Hi, good afternoon, all of you. Good afternoon. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. Good afternoon, sir. ശബ്ദം എല്ലാവർക്കും കേൾക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേൾക്കാം. ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ് തുടങ്ങാനായിട്ട് ഒരു ഇത്തിരി സമയം വൈകിട്ടുണ്ട്. ഒരു 2 മണിക്കൂറുള്ള ഒരു സെഷനാണ് നമ്മൾ സാധാരണ എടുക്കാറുള്ളത്. പരമാവധി ചുരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ ക്ലാസ് കാണാതെ കേൾക്കാതെ ഒരു സ്റ്റുഡന്റ് പോലും നമ്മുടെ കോഴ്സിനകത്ത് ഉണ്ടാകാനായി പാടുള്ളതല്ല. കാരണം കോഴ്സ് കഴിയുന്ന സമയത്ത് സാറെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത് എന്ന് ആരും പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും ആധികാരികമായ A to Z വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഡിസ്കഷന്റെ അകത്ത് ആരെങ്കിലും ഒക്കെ ഇതിന്റെ ഇടയ്ക്ക് വീട്ടിൽ പിള്ളേര് കരയുമ്പോൾ പാല് കാച്ചാലോ മറ്റൊരു അടുക്കളയിൽ പോയിട്ടുണ്ടെങ്കിലും അത് റെക്കോർഡ് ക്ലാസ് എടുത്ത് നിർബന്ധമായും കാണണം. ഈ ക്ലാസ്സിനകത്ത് റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാവരും നിർബന്ധമായും റെക്കോർഡ് ക്ലാസ് എടുത്ത് കണ്ട് ഇത് മുഴുവൻ കാണണം. എത്ര ലെങ്തുള്ള ക്ലാസ് ആണെങ്കിലും അത് മുഴുവൻ കാണണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ തുടങ്ങാലോ അല്ലേ? റൈറ്റ് നാ എല്ലാവരും റെഡിയല്ലേ? ശരി. പിന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്റെ പേര് ജയദേവ് എന്നാണ്. ജയദേവ് സ്മാർട്ട് ശ്രീയുടെ മാനേജിംഗ് പാർട്ണറാണ്. സ്മാർട്ട് ശ്രീ 2 ഫൗണ്ടർമാരാണ് ഉള്ളത്. അതിൽ ഉള്ള ഒരു ഫൗണ്ടറും മാനേജിംഗ് പാർട്ണറുമാണ്. ഞാനിന്ന് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോൺ അക്കാദമിക് ഭാഗങ്ങളെ സംബന്ധിച്ച അക്കാദമിക് ഭാഗങ്ങളെ സംബന്ധിച്ചിട്ട് നിഷംസിന്റെ ശ്രദ്ധേയമായ ഒരു അവതരണം നിങ്ങൾക്ക് പോയിട്ടൊരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ഇത് നോൺ അക്കാദമിക് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു പരിശോധനയാണ്. ആ പരിശോധനയ്ക്ക് നമുക്ക് കടക്കാം. അപ്പോ നമുക്ക് സമയം കളയാനില്ല. അപ്പോ എന്റെ ആദ്യത്തെ ചോദ്യം, ഏറ്റവും നല്ല വിദ്യാർത്ഥി എന്ന് പറയുന്നത് ചോദ്യം ചോദിക്കുന്നയാളാണോ നന്നായി ഉത്തരം പറയുന്നയാളാണോ? കമോൺ. ചോദ്യം ചോദിക്കുന്നയാളാണ്. ചോദിക്കുന്നയാളാണ് ഏറ്റവും നല്ല വിദ്യാർത്ഥി. ഓക്കെ, എന്തായാലും നിങ്ങളെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും നല്ല വിദ്യാർത്ഥിയായിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്റെ ആദ്യത്തെ ചോദ്യം, ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നോവലുണ്ട്. അതിന്റെ എഴുത്തുകാരൻ ഒരു ബ്രസീലിയൻ എഴുത്തുകാരനാണ്, വില്യം സ്കോപ്പി സ്മിത്ത്. ലോക സാഹിത്യ ചരിത്രത്തിനകത്ത് അത്ഭുതം സൃഷ്ടിച്ചിട്ടുള്ള ഒരു നോവലാണ്. ആ നോവലിന്റെ രചയിതാവിന്റെ പേര് എന്താണ്? ആൽക്കമിസ്റ്റിന്റെ പൗലോ കൊയ്ലോ. ആൽക്കമിസ്റ്റിന്റെ പൗലോ കൊയ്ലോ ഒരു ദിവസം മട്ടുപ്പാവിൽ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ്മാൻ അദ്ദേഹത്തിന്റെ പക്കലേക്ക് വന്ന് അദ്ദേഹത്തെ ഒരു കവർ ഏൽപ്പിച്ചു. അന്ന് പൗലോ കൊയ്ലോ ആ പ്രദേശത്തുള്ള പ്രാദേശിക പത്രങ്ങളിലും പ്രാദേശിക മാഗസിനുകളിലും കോളം എഴുതുന്ന ഒരു കോളമിസ്റ്റ് ആയാണ് വർക്ക് ചെയ്യുന്നത്.
ചെറിയ ചെറിയ കുറിപ്പുകൾ, ചെറിയ ചെറിയ കഥകൾ ഒക്കെ എഴുതി നിൽക്കുന്ന സമയം. അതിൽ ഒരു വായനക്കാരൻ എഴുതിയ ഒരു മറുകുറിപ്പാണ് ആ പോസ്റ്റ്മാൻ ആൽക്കമിസ്റ്റ് എഴുതിയ പൗലോ കൊയ്ലോയുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തത്. ആ കുറിപ്പിൽ ഇപ്രകാരം പറഞ്ഞു: സാർ, ഞാൻ അങ്ങയുടെ എല്ലാ കൃതികളും എല്ലാ എഴുത്തുകളും വളരെ ശ്രദ്ധയോടുകൂടി ആഴത്തിൽ വായിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അങ്ങ് പറയുന്ന പോലെ ഈ ജീവിതത്തിന്റെ പോസിറ്റിവിറ്റിയെ കുറിച്ച് കാണാനായി എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ വീടിനകം നിറമങ്ങിയ ചുവരുകൾ കൊണ്ട് അലങ്കൃതമായ ഒന്നാണ്. പുറത്തേക്ക് നോക്കിയാലോ എല്ലായിടത്തും ദുഃഖങ്ങളും നിരാശകളും വ്യാകുലതകളും ആദികളും രോഗങ്ങളും മാത്രം. ഹീനമായ അക്രമോത്സുകത എല്ലായിടത്തും നടമാടുന്നു. സാർ, റോഡിനകത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ കുറെ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ അഭിമാനം പണയം വെച്ചുകൊണ്ട്, തല ഒരിച്ചുകൊണ്ട്, നട്ടില് വളച്ചുകൊണ്ട് ഭിക്ഷയാചിക്കുന്നു. ഭിക്ഷയാചിക്കുന്ന ഭിക്ഷാടകരെ മൈൻഡ് ചെയ്യാതെ ലക്ഷക്കണക്കിന് ആളുകൾ നടന്നു പോകുന്നു. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ സാർ, കൊലപാതകങ്ങളും കൊള്ളയും അക്രമവും തീരുന്നു. ജീവിതത്തിൽ ഒന്നും തന്നെ സന്തോഷകരമായി കണ്ടെത്താൻ സാധിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് സാർ ഈ പ്രപഞ്ചം മഹത്വമുള്ളതാണ് എന്ന് പറയുന്നത്? ഇതായിരുന്നു ആ കുറിപ്പിന്റെ ഉള്ളടക്കം. ആ കുറിപ്പ് വായിച്ച പൗലോ കൊയ്ലോ ഒരു നിമിഷം സ്തബ്ധനായി. അദ്ദേഹം ഈ ലോകത്തെ പോസിറ്റിവിറ്റിയുടെ അത്യുന്നതങ്ങളായിട്ടുള്ള കാഴ്ചകൾ കൊണ്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത്. ഈ ലോകത്തിനെ സന്തോഷത്തിന്റെയും പ്രസരിപ്പിന്റെയും ഊർജപ്രദായകത്വത്തിന്റെയും അതിസ്യൂതമായിട്ടുള്ള ഉറവിടങ്ങളായാണ് പൗലോ കൊയ്ലോ ഈ പ്രപഞ്ചത്തെ നോക്കിക്കണ്ടതും വിലയിരുത്തിയതും. പക്ഷേ ഈ ആസ്വാദകന്റെ, ഈ അനുവാചകന്റെ, ഈ വായനക്കാരന്റെ കത്ത് പൗലോ കൊയ്ലോയുടെ മനസ്സിൽ ഒരു ആശങ്ക ഉളവാക്കി. പൗലോ കൊയ്ലോക്ക് അന്ന് രാത്രി കിടന്നുറങ്ങാൻ സാധിച്ചില്ല. ഉറക്കത്തിനകത്ത് ആ വാക്കുകൾ: ഹീനമായ അക്രമോത്സുകത ഇന്നും നടമാടുന്നു. ദുഃഖങ്ങളും ആദികളും വ്യാധികളും രോഗങ്ങളും മാത്രമാണ് ഈ ലോകത്തുള്ളത്. ഈ വാക്കുകൾ പൗലോ കൊയ്ലോയുടെ കർണപടങ്ങളിൽ ഇങ്ങനെ ആവർത്തിച്ച് തലയടിച്ചുകൊണ്ടേ. അതിരാവിലെ വെളുപ്പിന് പൗലോ കൊയ്ലോ എഴുന്നേറ്റു, പുറത്തേക്ക് നോക്കി. സൂര്യൻ ഉജ്ജ്വലമായ കാന്തിയോടുകൂടി തെളിഞ്ഞ് ഉദിച്ചു നിൽക്കുന്നു. സൂര്യന്റെ അരുണശോഭകൾ പച്ചില ചാർത്തുകളിലൂടെ ഭൂമിയിലേക്ക് എത്തി ഭൂമിയുടെ സ്വർണ്ണ നിറമുള്ള മണൽത്തരികളെ ചൂണ്ടിക്കുന്നു. പുൽത്തൊടിത്തുമ്പുകളിൽ തുടിച്ചു നിൽക്കുന്ന ഹിമകണങ്ങളിൽ തട്ടി സൂര്യകിരണങ്ങൾ പഴവില്ലുകളായി ഏഴഴകായി വിരിയുന്നു. പൗലോ കൊയ്ലോ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. അവിടെ തൊട്ടടുത്ത് ഒരു കടപ്പുറമായി. ആ കടപ്പുറത്തിനകത്ത് ഒരുപാട് മുക്കുവർ ആഹ്ലാദാരവങ്ങളോടെ തങ്ങളുടെ നിത്യതയുള്ള ഏർപ്പെടുന്നതിന് വേണ്ടി വലയും മത്സ്യബന്ധന ഉപകരണങ്ങളുമായി കടൽത്തീരത്തേക്ക് പോകും. വള്ളങ്ങൾ ഒരേ താളത്തോടെ, ഒരേ ഹൃദയത്തോടെ തള്ളി കടലിലേക്ക് ഇറക്കുന്നു. മീൻ പിടിക്കാൻ പോകും. കൊച്ചുകുട്ടികൾ കടപ്പുറത്ത് നിന്ന് പന്തുകൾ തട്ടിക്കളിക്കുന്നു. അവരുടെ ഇടയ്ക്ക് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടെങ്കിലും ആ ഇണക്കങ്ങൾക്കകത്തും പരസ്പരം സ്നേഹത്തിന്റെ നൂലാക്കുറുത്ത ഒരു ബന്ധനമുണ്ട് എന്ന് പൗലോ കൊയ്ലോ നോക്കിക്കാണും. തൊട്ടപ്പുറത്ത് സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പോകുന്ന കുട്ടികൾ വളരെ പ്രസരിപ്പാർന്ന മുഖത്തോടു കൂടി സല്ലാപങ്ങൾ പറഞ്ഞുകൊണ്ടുപോകും. തൊട്ടപ്പുറത്ത് വൃദ്ധനായിട്ടുള്ള ഒരു യാചകൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ചെറുപ്പക്കാർ അദ്ദേഹത്തെ ഗൗനിക്കാതെ കടന്നുപോയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ വേണ്ട വിധം പരിചരിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ മുടികൾ വെട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച പൗലോ കൊയ്ലോ കാണും. പൗലോ കൊയ്ലോക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? നിങ്ങൾ പറ. കത്തെഴുതിയ ആള് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. കത്തിലെഴുതിയത് ശരിയാണെന്ന് മനസ്സിലായി. കത്തെഴുതിയ കാര്യം ശരിയാണെന്ന് മനസ്സിലായി. ഹസീന സിയുടെ അഭിപ്രായം അതാണ്. അടുത്ത ആൾ പറയും, കേൾക്കട്ടെ.
ഈ ലോകത്തുള്ളവരെല്ലാരും ഒരുപോലെ അല്ല എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, പിന്നെ അടുത്തത് കൂട്ടത്തിൽ നല്ല ആളുകളും ഉണ്ട് എന്ന് മനസ്സിലായി. ലോകത്ത് നല്ല ആളുകളും ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ സന്തോഷവും സങ്കടവും ഉണ്ടെന്ന് മനസ്സിലായി. സന്തോഷവും സങ്കടവും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് വെച്ച് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. അടുത്തത് കമോൺ ഗൈസ്. ചൂടായി, ചൂട് ചൂട് ചൂട്. നിങ്ങൾ കേട്ടിട്ടില്ലേ വളപ്പൊട്ടുകളി? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളപ്പൊട്ടിന്റെ അടുത്തെത്തുമ്പോൾ പറയൂലേ ചൂട് 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 എന്ന് പറയുന്ന പോലെ അത്ര അടുത്തെത്തി. സന്തോഷവും സങ്കടവും ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെയോ ഒറ്റ പോയിന്റ് കൂടി അത് കൺട്രോൾ ചെയ്യാം. നമ്മളുടെ കാര്യം കൂടി നോക്കാതെ ബാക്കിയുള്ളവരിതും കൂടി നമ്മൾ ഇത് ചെയ്തേ എന്ന് വെച്ചാൽ നമ്മളെ കാര്യം കൊടുത്ത് ബാക്കിയുള്ളവരും കൂടി നമ്മൾ കെയർ ചെയ്യണം. അങ്ങനത്തെ ഒരു ഇത്. നല്ല സ്വഭാവവും ചീത്ത സ്വഭാവമുള്ള ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലായി. നല്ല രണ്ട് സ്വഭാവം. തരത്തിലുള്ള ആളുകൾ. ശരി, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് പൗലോ കൊയ്ലോയുടെ ജീവിത സന്ദർഭത്തിലെ ആദ്യത്തെ ഒരു ഭാഗമാണ്. അതിന്റെ അവസാനത്തെ ഭാഗം ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോഴായിരിക്കും പറയാൻ പോകും. ഈ ക്ലാസ് കഴിയുമ്പോൾ പറയാം. ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ അവസാനിപ്പിക്കാം. അതിപ്രകാരമാണ് ഈ ലോകം സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖങ്ങളും ദുഃഖങ്ങളും കൊണ്ട് മിശ്രണം ചെയ്യപ്പെട്ടതാണല്ലോ. ആദികളുണ്ട്, ആഹ്ലാദങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, സുഖവും, രോഗമുണ്ട്, രോഗമില്ലാത്ത അവസ്ഥയുണ്ട്, മനസമാധാനമില്ലായ്മ, അസ്വാസ്ഥ്യങ്ങളുണ്ട്, സ്വാസ്ഥ്യവും മനസമാധാനം. ഈ ലോകം പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് ഘടകങ്ങൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടതാണ്. എങ്കിലും ഏത് ഘടകത്തിനെയാണോ നാം നോക്കിക്കാണുന്നത്, ഏത് ഘടകത്തിനെയാണോ നാം നോക്കിക്കാണുന്നത്, നാം നോക്കിക്കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വന്ന് ഭവിക്കുക എന്നുള്ളത്. നാം ഈ ലോകത്തിനെ എങ്ങനെ നിർവചിക്കുന്നു, ഈ ലോകത്തിനെ എങ്ങനെ വിലയിരുത്തുന്നു, എങ്ങനെ വിശകലനം ചെയ്യുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു, നാം ഉൾക്കൊള്ളുന്ന ലോകം എന്താണോ ആ ലോകത്തെ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത്. അയനക്കാരൻ ദുഃഖഭാരങ്ങൾ കൊണ്ട്, ആദികൾ കൊണ്ട്, വ്യാധികൾ കൊണ്ട്, ആകുലതകൾ കൊണ്ട് മാത്രം സമൃദ്ധിയാക്കപ്പെട്ട ഒരു ലോകത്തെയാണ് നോക്കുന്നത്. പക്ഷെ പൗലോ കൊയ്ലോയോ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതിന്റെ ഏറ്റവും വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള സന്തോഷങ്ങളുടെയും പിണക്കങ്ങളുടെയും സ്നേഹസാന്ദ്രമാർന്ന ഹൃദയതാളങ്ങളുടെയും സല്ലാപങ്ങളുടെയും ഒക്കെ ഒരു ലോകത്തെയാണ് പൗലോ കൊയ്ലോ. അപ്പോ നമ്മൾ എങ്ങനെയാണോ ഈ ലോകത്തെ നോക്കിക്കാണുന്നത്, ആ ലോകത്തെ നാം നോക്കിക്കാണുന്നത് പോലെയാണ്, ഈ ലോകത്തെ നോക്കിക്കാണുന്നത് പോലെയാണ് ലോകം നമുക്ക് ജീവിതം തിരിച്ചു തരുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ഓക്കെ, ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇത് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാൻ ഞാനിതൊരു എൻട്രി എടുക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ഭാഗം ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ഭാഗം ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോ നമ്മളിപ്പോ ഇനി നമ്മുടെ നോൺ അക്കാദമിക് ഭാഗങ്ങളുടെ ഭാഗത്തേക്ക് കിടക്കാണ് പ്രധാനമായും. അത് ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. അപ്പൊ ക്ലാസ് നമ്മുടെ ഈ കോഴ്സിന്റെ പേര് എന്ത് കോഴ്സ്, ഏത് കോഴ്സാണത്? കേക്കട്ടെ, കോഴ്സ് ഏതാണത്? അതറിയാം. ഡിപ്ലോമയുടെ ഡിപ്ലോമ, മോണ്ടിസോറി ഡിപ്ലോമ, ഡിപ്ലോമ മാത്രമേ ഉള്ളൂ? PG ഡിപ്ലോമ. PGയും ഉണ്ട്. ഡിപ്ലോമയുടെയും PGയുടെയും വിദ്യാർത്ഥികളെ ഒരു ക്ലാസ്സിൽ തന്നെയാണ് ഇരുത്തിയിട്ടുള്ളത്. നിങ്ങള് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ.
മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട് 1 കൂടി കൂട്ടിയാൽ എത്രയാണ്? 1 കൂടി കൂട്ടിയാൽ 11. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ വിചാരിക്കില്ല ഇതാണ് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പിള്ളേരുണ്ട്, ഡിപ്ലോമയുടെയും PG-യുടെയും പിള്ളേരുണ്ട്, 1ലും 2ലും പിള്ളേരുണ്ട്. അതെന്താണ്? അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല് 1 കൂടി കൂട്ടിയാൽ ഇനി വലിയൊന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് 1ാം ക്ലാസ്സിലെ പിള്ളേരെയും 2ാം ക്ലാസ്സിലെ പിള്ളേരെയും, അതായത് ഡിപ്ലോമയുടെ പിള്ളേരെയും PG-യുടെ പിള്ളേരെയും കൂടി ഒരുമിച്ച് നമ്മൾ ഇരുത്തിയിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ചർച്ച ചെയ്യുക എന്താണ് കാരണങ്ങളൊക്കെ. അപ്പൊ മോണ്ടിസോറിയുടെ കോഴ്സാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലായി. ഈ കോഴ്സിന്റെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ആപ്പുകളാണ് വേണ്ടത്? ക്ലാസ് റൂമിൽ ഗൂഗിൾ വേണം, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ മീറ്റ്, വാട്സപ്പ് വേണം. വാട്സപ്പ് വേണം. വാട്സപ്പിന്റെ അത് ഉറവുണ്ടാവും. ഫോണിന് കൂട്ടാറുന്ന പോലെ ഫോണിൽ വാട്സപ്പ് നിർബന്ധമാണ്. ഓക്കെ റൈറ്റ്. അടുത്തത് ഗൂഗിൾ മീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഗൂഗിൾ ക്ലാസ് റൂം അല്ലേ, അത് വേറൊരു ആപ്പായിട്ടാണ് പറഞ്ഞത്. എന്റെ ചോദ്യം ഇതാണ്, നമുക്ക് വേണ്ട ആപ്പുകൾ വാട്സപ്പ്, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം. എന്തിനു വേണ്ടി ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നു? ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. കുട്ടികളെ എങ്ങനെ? ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. മീറ്റ് ചെയ്യുന്നത്, മീറ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് മീറ്റ് ചെയ്യാൻ വേണ്ടി, ലൈവ് ക്ലാസ്സുകൾക്കകത്ത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് ഗൂഗിൾ മീറ്റ്. നിങ്ങളുടെ ക്ലാസ് ടൈം എപ്പോഴാണ്? തിങ്കൾ മുതൽ വരെ. 1:30 മുതൽ 2:30 വരെ. 1:30 മുതൽ 2:30 വരെ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാതെ പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ശരി. അപ്പൊ 1:30 മുതൽ 2:30 വരെയാണ് നിങ്ങളുടെ ക്ലാസ്. അപ്പൊ എന്റെ ചോദ്യം, ഗൂഗിൾ മീറ്റിനകത്ത് 12:30 മണിക്ക് നിങ്ങൾ ക്ലാസ്സിൽ കയറിയാൽ ക്ലാസ് കിട്ടുമോ? ഇല്ല, ലൈവ് കിട്ടില്ല. അപ്പൊ ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്. നമ്മുടെ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ്സിന്റെ സമയം 1:30 മുതൽ 2:30 വരെയാണ്. 1:30 മുതൽ 2:30 വരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ഗൂഗിൾ മീറ്റ്. എന്നെ ചില കുട്ടികൾ വിളിക്കും, അതുകൊണ്ടാണ് പറയുന്നത്, സാറേ എനിക്ക് ലൈവ് ക്ലാസ് കിട്ടണില്ലല്ലോ, നിങ്ങൾക്ക് ഇപ്പൊ ലൈവ് ക്ലാസ് ഉണ്ടോ? ഇപ്പൊ ലൈവ് ക്ലാസ് ഇല്ല സാറേ, ഞാൻ അന്നേരം മോനെ കൊണ്ട് ആശുപത്രിയിൽ പോയി ആക്കിയിരുന്നേ. അപ്പൊ ഇപ്പൊ ആ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ക്ലാസ്സിട്ട് കുത്തിക്കൊണ്ടിരുന്ന മൊബൈലിന്റെ സ്ക്രീൻ കൊണ്ടുപോയെന്നല്ലാതെ ക്ലാസ് കിട്ടൂല. തിങ്കൾ മുതൽ വെള്ളി വരെ 1:30 മുതൽ 2:30 വരെയാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉള്ളത്. ആ സമയത്ത് മാത്രമാണ് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്സുകൾ കിട്ടുക. അത് ആ പർട്ടിക്കുലർ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായി കിട്ടുക. ആ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ ക്ലാസ്സിലും ഓരോരോ ലിങ്കുകൾ ഇട്ട് തരുമോ? ഇല്ല. എങ്ങനെയാണ്? പറയും നിങ്ങൾക്ക് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്? ക്ലാസ് റൂം ഓപ്പൺ ചെയ്തിട്ട് കോഴ്സ് കഴിയുന്നത് വരെയും 10 മാസക്കാലവും നിങ്ങൾക്ക് ആ ലിങ്ക് തന്നെയായിരിക്കും സ്ഥിരമായിട്ടുണ്ടാവുക. ആ ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിന്റെ ലൈവ് ക്ലാസ് കിട്ടുക. ക്ലിയർ? മനസ്സിലായി അല്ലേ? അടുത്ത ചോദ്യം, സതീഷ് അമ്മാവന്റെ മോളുടെ കല്യാണം. സതീഷ് അമ്മാവന്റെ മകള് അമ്മു. സതീഷ് അമ്മാവൻ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും ഇളയ ആളാണ്. സതീഷ് അമ്മാവന്റെ മോളുടെ കല്യാണം ഒരു ദിവസം ബുധനാഴ്ചയാണ്. ബുധനാഴ്ച 12:30 മണിക്കാണ് താലികെട്ട്. താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം, സദ്യ, ഫോട്ടോ എടുക്കല്, വീഡിയോ, അങ്ങനെ കുറെ കലാപരിപാടികളുണ്ട്. ഓക്കെ, നിങ്ങള് ക്ലാസ്സിൽ പങ്കെടുക്കുമോ? സതീഷ് അമ്മാവന്റെ മോളുടെ കല്യാണത്തിൽ പങ്കെടുക്കും. അടുത്ത ദിവസം റെക്കോർഡഡ് ക്ലാസ് കേൾക്കും. ഓക്കെ. അപ്പോ ഗൂഗിൾ മീറ്റിനകത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ദിവസം ഗൂഗിൾ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ കണ്ടുപഠിക്കും, അല്ലേ? ക്ലിയർ ആണ്? അപ്പോ ഒരു ദിവസം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ക്ലാസ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടും, അല്ലേ? അത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, നിറയെ ചോദ്യങ്ങളാണ്. തിങ്കളാഴ്ചത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്നാണ് കിട്ടുക?
ചൊവ്വാഴ്ച കിട്ടും. ക്ലാസ് കിട്ടുക ചൊവ്വാഴ്ച ഉച്ചക്ക് മുന്നായിട്ടായിരിക്കും. ഓക്കെ, തിങ്കളാഴ്ച തന്നെ കിട്ടൂല. അപ്പോ ചൊവ്വാഴ്ച ഉച്ചക്ക് മുന്നായിട്ടായിരിക്കും ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളത് ഏത് ദിവസത്തെ ക്ലാസ് ആയിരിക്കും? വെള്ളിയാഴ്ച ഗൂഗിൾ ക്ലാസ് കിട്ടുന്ന ക്ലാസ് ഏത് ദിവസത്തെ ക്ലാസ് ആണ്? വെള്ളിയാഴ്ച കിട്ടും. ചൊവ്വാഴ്ച ഏത് ദിവസത്തെ ക്ലാസ് ആണ് കിട്ടുക? തിങ്കളാഴ്ചത്തെ ക്ലാസ്. അപ്പൊ തിങ്കളാഴ്ച ഏത് ദിവസത്തെ ക്ലാസ് ആണ് കിട്ടുക? തിങ്കളാഴ്ച വെള്ളിയാഴ്ചത്തെ അതിന് മുമ്പത്തെ വെള്ളിയാഴ്ചത്തെ ക്ലാസ്. അച്ചടാ, അവിടെ തെറ്റിപ്പോയി. തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു ക്ലാസ് കിട്ടൂല. വെള്ളിയാഴ്ചത്തെ ക്ലാസ് ശനിയാഴ്ച കിട്ടും. അതല്ല, തിങ്കളാഴ്ച നിങ്ങളുടെ ക്ലാസ്. അപ്പൊ തന്നെ എനിക്ക് കോൾ വരും, സാറേ റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടില്ല. അത് പറയാതിരിക്കാനാണ് ഈ കാര്യമൊക്കെ ഇത്രയും ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുകയില്ല. കാരണം വെള്ളിയാഴ്ചത്തെ ക്ലാസ് നിങ്ങൾക്ക് ശനിയാഴ്ച കിട്ടും. അതിന്റെ റൂള് ഇതാണ്. ആ റൂള് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. തലേ ദിവസത്തെ ക്ലാസ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും കിട്ടുക. ശനിയാഴ്ച ഏതെങ്കിലും കാരണവശാൽ പ്രവൃത്തി ദിവസമല്ല എങ്കിൽ നിങ്ങൾക്ക് അന്ന് ക്ലാസ്സുകൾ കിട്ടുന്നതല്ല. ഈ വരുന്ന 12-ാം തീയതി ഫെബ്രുവരി 12-ാം തീയതി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. അന്ന് ദേശീയ പണിമുടക്കാണ്. ഓക്കെ, അപ്പോ അന്ന് നമ്മുടെ ഓഫീസൊന്നും തുറക്കൂല, ക്ലാസ് ഉണ്ടാവില്ല, അറിയിപ്പ് കിട്ടും നിങ്ങൾക്ക്. അപ്പോ 11-ാം തീയതിത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടേണ്ട ദിവസം 12-ാം തീയതി ആയിരുന്നു. പക്ഷെ 12-ാം തീയതി കിട്ടൂല. പിന്നെ ഏത് ദിവസം കിട്ടും? 13-ാം തീയതി. എന്ന് പറയുന്നത് 13-ാം തീയതിയാണ്. 13-ാം തീയതിയാണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? അടുത്ത കാര്യം, നമ്മുടെ ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന് പറയാമോ? 8,000. ഡിപ്ലോമയ്ക്ക് 8,000 രൂപയും പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സിന് 12,000 രൂപയും 12,000 rupees 12,000 രൂപയുമാണ്. അതിനകത്ത് 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്. 8,000 രൂപയും 1,000 രൂപ സർട്ടിഫിക്കേഷൻ കൗൺസിലിന് കൊടുക്കേണ്ട രജിസ്ട്രേഷൻ ഫീസും, ബാക്കി 7,000 രൂപ ഡിപ്ലോമയുടെ കോഴ്സ് ഫീസാണ്. പി ജിക്കാണെങ്കിൽ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസും ബാക്കി വരുന്ന 11,000 രൂപ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ട്യൂട്ടോറിയൽ കോഴ്സ് ഫീസുമാണ്. ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഫീസ് നിങ്ങൾക്ക് 2 രീതിയിലാണ് അടക്കാൻ സാധിക്കുക. ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് 1,000 രൂപ വീതമുള്ള മാസതവണകളായി അടക്കാം. 1,000 രൂപ വീതമുള്ള മാസതവണകളായി അടക്കാം. പി ജിക്കാർക്ക് അതൊരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ 1,250 രൂപ വീതമുള്ള മാസതവണകളായിട്ടായിരിക്കും മേടിക്കുന്നത്. ഓക്കെ, അതല്ല എങ്കിൽ ഒരുമിച്ചടക്കാനുള്ള ഒരുമിച്ചാണ് നിങ്ങൾ അടക്കുന്നത് എങ്കിൽ, ഇന്നിപ്പോ ഫെബ്രുവരി മാസമാണല്ലോ, ഫെബ്രുവരി 10-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 20-ാം തീയതി കൂടിയാണ് നിങ്ങൾ അടക്കുന്നത് എങ്കിൽ നിങ്ങൾ 1,000 രൂപ കുറച്ചടച്ചാൽ മതി. 8,000 രൂപയിൽ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ അടച്ചു, അല്ലെങ്കിൽ 12,000 രൂപയിൽ 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ അടച്ചിട്ടുണ്ട്. അതിൽ ഇനിയും നിങ്ങൾക്ക് ഈ 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഒരുമിച്ച് 1 ടൈം പേയ്മെന്റ് ആയിട്ട് തരികയാണെങ്കിൽ നിങ്ങൾ പൈസ മുഴുവൻ അടക്കണ്ട. 1,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഹസീനയും സരിതയും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഹസീന സരിത മ്യൂട്ട് ചെയ്ത്. അപ്പോ 1,000 രൂപ നിങ്ങൾക്ക് 1 ടൈം പേയ്മെന്റിന്റെ സിംഗിൾ ടൈം പേയ്മെന്റിന്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ അടക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ മാസവുമാണ് അടക്കേണ്ടത്. ഫീസ് അടക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിയമം, നിങ്ങളുടെ ബാച്ചിൽ ഫീസ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ PRO സെക്ഷൻ ഉണ്ട്. സ്മാർട്ട് സിറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ട് 15-ാമത്തെ വർഷമാണ്. 5 ഓഫീസുകളിലായി 100 വരുന്ന ജീവനക്കാരാണ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോ ഓരോ സെക്ഷനിലെയും കാര്യങ്ങൾ അതാത് സെക്ഷനിലുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. നിങ്ങളുടെ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിംഗ് ആൻഡ് പേയ്മെന്റ് സെക്ഷനാണ്. അതിൽ ഒരു PRO ആണ് നിങ്ങളെ കണക്ട് ചെയ്യുക. ആളുടെ പേര് നിമ്മി എന്നാണ്. നിമ്മി നിങ്ങളെ വിളിക്കും.
വിളിച്ചിട്ട് ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിശ്ചിത തീയതി നിങ്ങളെ അറിയിക്കും. നിർബന്ധമായും ആ നിശ്ചിത തീയതിക്കുള്ളിൽ നിങ്ങൾ ആ ഫീസ് അടച്ചിട്ടുണ്ടാകും. ഓക്കെ, സപ്പോസ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി പിന്നെ വിളിക്കും. ഓക്കെ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. റിമൈൻഡർ മെസ്സേജസ് നിങ്ങൾക്ക് ഇട്ടത് പരമാവധി എല്ലാവരും വളരെ വേഗത്തിൽ തന്നെ ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ മോണ്ടിസോറി കോഴ്സ് 8,000 രൂപക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പഠിക്കാനേ പറ്റൂല. നമ്മുടെ ഇവിടുത്തെ തരുന്ന സർവീസ് പ്രകാരം അത് നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയും 8,000 രൂപക്ക് ഇത്രയും സർവീസോടുകൂടി ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡിഫൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് കൂടി അത്രയും എക്സ്പെർട്സ് ആയിട്ടുള്ള ടീച്ചർമാര് പഠിപ്പിക്കുന്ന സ്ഥലം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ എല്ലായിടത്തും 20,000, 25,000, 30,000, 40,000, 50,000 PGക്ക് 80,000 രൂപ വരെ വാങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള ഒരു സമയത്താണ് നമ്മൾ 8,000 രൂപക്കും 11,000 രൂപക്കും ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ നാമമാത്രമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോ അത് പരമാവധി എല്ലാവരും മുടങ്ങാതെ നടക്കുക. എങ്കിലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഏതെങ്കിലും കാരണവശാൽ ഫീസ് അടക്കാൻ പറ്റാത്ത സാഹചര്യം അങ്ങനെ ആ കാര്യം ഒന്ന് വിളിച്ചു പറയുക. സാർ ഇന്ന പോലെയാണ്, അതിനുള്ളിൽ പേയ്മെന്റ് ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. രണ്ടാമത്തേത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ടെക്സ്റ്റ് ബുക്ക് കോഴ്സിന് കമ്പൽസറി ആണ്. നിർബന്ധമായും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിരിക്കണം. ആരെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വാങ്ങാതെ ഈ കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നിങ്ങളുടെ നാത്തൂൻ, അനിയത്തി, മറ്റാരെങ്കിലും ഒക്കെ ഈ കോഴ്സ് ഇതിനു മുമ്പ് ഇവിടെ പഠിച്ചിട്ടുണ്ടാകും. അവരുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കൈവശം കിട്ടിയിട്ടുമുണ്ടാകാം. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു സ്കിൽ കോഴ്സാണ്. സ്കിൽ കോഴ്സുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആക്കിക്കൊണ്ട് നമ്മുടെ സർട്ടിഫിക്കേഷൻ അതോറിറ്റി നോംസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ വാങ്ങാത്ത ഒരു വിദ്യാർത്ഥിയെയും ഫൈനൽ എക്സാം ലിസ്റ്റിൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ പിന്നെ ഉൾപ്പെടുത്തി തരികയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ ഇതുവരെ ഫീസ് അടച്ച് പഠിച്ചിട്ട് സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് പറ്റും, എക്സാം എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അതങ്ങനെ വരരുത്. അപ്പൊ അതുകൊണ്ട് സ്റ്റഡി മെറ്റീരിയൽ പരമാവധി എത്രയും വേഗം തന്നെ എല്ലാവരും നിർബന്ധമായും വാങ്ങേണ്ടതാണ്. സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് സ്റ്റഡി മെറ്റീരിയലിന്റെ പേയ്മെന്റ് വന്നതും നിങ്ങളുടെ പേരിൽ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്പ്ലേസ് ചെയ്തതിന്റെയും ഡോക്യുമെന്റ്സ് സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ സമർപ്പിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ഫൈനലിസ്റ്റ് അവിടെ നിന്ന് അപ്രൂവ് ചെയ്ത് കിട്ടുള്ളൂ. ആ ഡോക്യുമെന്റ് അവിടെ കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കിട്ടൂല. സ്മാർട്ട് ശ്രീ എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ ട്യൂട്ടോറിയൽ നടത്തുന്ന ഒരു സ്ഥാപനം മാത്രമാണ്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഞങ്ങളല്ല, എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളല്ല, വാല്യുവേഷൻ നടത്തുന്നത് ഞങ്ങളല്ല, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഞങ്ങളല്ല. അതെല്ലാം ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്, ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ എല്ലാവരുടെയും ഓർമ്മ ഉണ്ടായിരിക്കണം. ഡിപ്ലോമയുടെ എക്സാം ഫീസ് എന്ന് പറയുന്നത് 1,600 രൂപയും ഡിപ്ലോമയ്ക്ക് എക്സാം ഫീസ് എന്ന് പറയുന്നത് ഡിപ്ലോമയ്ക്ക് PGക്കും എക്സാം ഫീസ് എന്ന് പറയുന്നത് 1,600 രൂപയാണ്. അത് എക്സാം ആകുന്ന സമയത്ത് മാത്രം അടച്ചാൽ മതിയാകും, ഇപ്പൊ അടക്കേണ്ടതില്ല. ഓക്കെ, എക്സാം അടക്കുന്ന സമയത്ത് മാത്രം അടച്ചാൽ മതിയാകും. നിങ്ങൾ ഇവിടെ അടക്കുന്ന ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ആണെങ്കിലും ട്യൂഷൻ ഫീസ് ആണെങ്കിലും നിങ്ങളിപ്പോ ഏതെങ്കിലും കാരണവശാൽ കോഴ്സ് നിർത്തിപ്പോയി 3 തവണ നിങ്ങൾ പൈസ അടച്ച് കോഴ്സ് നിർത്തിപ്പോയി കുറെ നാൾ കഴിഞ്ഞിട്ട് സാർ എനിക്കത് റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ആ പൈസ റീഫണ്ട് ചെയ്ത് തരുന്നതല്ല. എല്ലാവരെയും ഓർമ്മയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഒരു ബാച്ചിനകത്ത് ഒരു നിശ്ചിത എണ്ണം വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് ഉറപ്പിലാണ് നമ്മൾ ഈ ബാച്ച് തുടങ്ങുന്നത്. കുറെ പേര് നിർത്തിപ്പോയി എന്നുള്ളത് കൊണ്ട് നിർത്താത്ത ആളുകൾക്ക് നമുക്ക് ആ ക്ലാസ് നിർത്താനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പൊ അത് നഷ്ടത്തിലാണെങ്കിലും ആ ബാച്ച് നമുക്ക് തുടർന്ന് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻസ് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും. അപ്പൊ ആയതുകൊണ്ട് ഒരാളുടെയും ഫണ്ട് നമ്മൾ റീഫണ്ട് ചെയ്യുന്നതല്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് തരുന്ന സർവീസിന്റെ പൈസ മാത്രമേ ഞങ്ങൾ വാങ്ങുകയുള്ളൂ. നമ്മൾ അഡ്വാൻസ് ചെയ്ത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1,000 രൂപയോ 2,000 രൂപയോ മേടിച്ചെടുക്കുന്ന ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ചെയ്യുന്ന പോലുള്ള പ്രവണതകളൊന്നും ഞങ്ങള്
പിന്തുടരാറില്ല. നമ്മൾ നൽകുന്ന സർവീസിന് ആണ് പൈസ വാങ്ങുന്നത്. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റൊന്ന് റെക്കോർഡ് ബുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. റെക്കോർഡ് നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് വാങ്ങണം എന്നുള്ള കാര്യം നിർബന്ധം ഇല്ല. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമില്ല. 5 റെക്കോർഡിന് 800 രൂപയാണ് വരുന്നത്. അത് സ്മാർട്ട് ശ്രീയുടെ യൂണിക് ആയിട്ടുള്ള സിലബസ് ഒക്കെ വെച്ചിട്ടുള്ള അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡാണ്. അതൊരു മാസം കഴിയുമ്പോൾ ടീച്ചർമാർ പറയും ഓരോരോ റെക്കോർഡുകൾ വാങ്ങുന്നത്. അത് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഇവിടെ നിന്ന്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങാം. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്ന റെക്കോർഡും ഇവിടെ നിന്ന് വാങ്ങുന്ന റെക്കോർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ റെക്കോർഡിനകത്ത് നിങ്ങളുടെ പ്രാക്ടിക്കൽ വർക്കിന് വേണ്ട അപ്പാരറ്റസ്, അതിന്റെ ചിത്രങ്ങളും അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ ഉപയോഗിക്കുന്നു എന്നുള്ളതും അതിന്റെ പ്രാക്ടിക്കൽ വീഡിയോ വർക്ക്ഷോപ്പുകളും അതുപോലെ തന്നെ ലൈഫ് സ്കിൽ മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ നമ്മുടെ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അതിലെല്ലാത്തിനും ഓൺലൈൻ ആയിട്ടുള്ള ആക്സസ് അതിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റൊന്ന് സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്? സർട്ടിഫിക്കറ്റ് മുമ്പ് നമുക്ക് എക്സാമിന്റെ കാര്യം പറയാം. എക്സാം എങ്ങനെയാണ് വരുന്നത് അറിയോ? ആർക്കെങ്കിലും എന്ത് എക്സാം ആണ്? ഓഫ്ലൈൻ എക്സാം ആണോ ഓൺലൈൻ എക്സാം? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ തൊഴിലിടത്തിലിരുന്നോ എവിടെ ഇരുന്നോ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതാനുള്ള പിന്നെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. നിങ്ങളുടെ തൊഴിലിടത്തിലോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഇരുന്ന് എക്സാം എഴുതുന്നതിനുള്ള ഇതുണ്ടായിരിക്കുന്നതാണ്. പക്ഷെ മെയിൻ എക്സാമിനകത്ത് ഞങ്ങളുടെ ഇൻവിജിലേറ്റർമാരെ കൂടാതെ 2 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുടെ ഇൻവിജിലേറ്റർമാരെ കൂടി ഉണ്ടായിരിക്കും. സോറി, ഒന്നാമത്തേത് RSDCയുടെ ഒരു ഷാഡോ ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. രണ്ടാമത്തേത് SDC കാനഡ, ആ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്ററും ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലൈവ് സ്ട്രീം വീഡിയോസ് റെക്കോർഡഡ് ആയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ വിദ്യാർത്ഥിനികളുടെ ഭാഗത്തു നിന്നുണ്ടാകാനായി പാടുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നാണ് എക്സാം എഴുതുന്നത് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ ശരീരചലനത്തിലോ ആംഗ്യങ്ങളിലോ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടാൽ എക്സാമിൽ നിന്നും നിങ്ങളെ ഡീവാർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടാണ് അത് വാല്യുവേഷന് പിന്നീട് കൊടുക്കുന്നത്. ആ കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാവണം. ഓൺലൈൻ പരീക്ഷയ്ക്ക് തെറ്റായൊരു കാര്യം ചെയ്യാൻ പാടില്ല. ഡിപ്ലോമയ്ക്ക് എത്ര മൊഡ്യൂൾ ഉണ്ട് അറിയാമോ? ഡിപ്ലോമ 3 ഡിപ്ലോമയ്ക്ക് 3 PGക്ക് 5. ഡിപ്ലോമയ്ക്ക് 7 പരീക്ഷയും PGക്ക് 9 പരീക്ഷയുമാണ് ഉണ്ടായിരിക്കുക. 100 മാർക്കിൽ ആയിരിക്കും നിങ്ങളുടെ പരീക്ഷകൾ ഉണ്ടായിരിക്കുക. 100 മാർക്കിലായിരിക്കും നിങ്ങളുടെ പരീക്ഷകൾ ഉണ്ടായിരിക്കുക. അക്കാദമിക് മാർക്ക് കൂടാതെ നിങ്ങൾക്ക് ഇന്ത്യയിലെ മാർക്ക് കൂടിയുണ്ട്. അത് ബന്ധപ്പെട്ട ടീച്ചർമാരാണ് നിങ്ങൾക്ക് ഇന്ത്യയിലെ മാർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, നിങ്ങളുടെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യല്, നിങ്ങളുടെ ക്ലാസ്സിലെ പെർഫോമൻസ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ്. ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മാർക്ക് കുറയുകയില്ല. ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ മാർക്ക് കുറയുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയാണ്. 2 മാർക്ക് വീതമുള്ള 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. 2 മാർക്ക് വീതമുള്ള 50 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 100 മാർക്ക് ആകെ വരുന്ന പരീക്ഷകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഡിപ്ലോമയ്ക്ക് 7 പരീക്ഷയും PGക്ക് 9 പരീക്ഷയുമാണ് ഉണ്ടായിരിക്കുക. അതുകൂടാതെ 500 മാർക്ക് വീതം നിങ്ങൾക്ക് ഓരോന്നിനും ഇന്ത്യയിലെ മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 500 മാർക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടല് നിങ്ങൾക്ക് 1200-ലും 1400-ലുമായിട്ടായിരിക്കും യഥാക്രമം ഡിപ്ലോമയുടെയും PGയുടെയും എക്സാം നടക്കുന്നത്. ഇത് എല്ലാവരുടെയും ഓർമ്മയിൽ വെച്ചേക്കുക. ആദ്യത്തെ മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒരു മൊഡ്യൂൾ എക്സാം ആയിരിക്കും. ഓൺലൈൻ പരീക്ഷാ രീതികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും മറ്റുമായിട്ടാണ് ആ എക്സാം നമ്മൾ നടത്തുന്നത്. എല്ലാവർക്കും സാങ്കേതിക വിദ്യയിൽ ഒരുപോലെ മികവുണ്ടായിരിക്കുകയില്ല. അപ്പൊ അതിന്റെ ഒരു തപ്പലും തടവലൊക്കെ ഉണ്ടല്ലോ. ആ തപ്പലും തടവലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്ലാസ്സുകൾ നടത്തുന്നത്, ആ എക്സാമുകൾ നടത്തുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാഥമികമായി നിങ്ങളോട് പറയാനുള്ളത്.
പ്രധാനമായി 2 കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാനുള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും സംശയങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിന്റെ വൈദ്യുതി ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി 2 ഭാഗങ്ങളാണുള്ളത്. എന്തിനു വേണ്ടിയാണ് മോണ്ടിസോറി കോഴ്സ് ഒന്ന് പറഞ്ഞേ. 3 to 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുട്ടികളുടെ പഠന രീതിയാണ് മോണ്ടിസോറി. ശരി, ഞാൻ പറയാം. മോണ്ടിസോറി കോഴ്സ് പഠിച്ച് ഇറങ്ങുന്നവർക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തേത് ജോലി സാധ്യത, രണ്ടാമത്തേത് ബിസിനസ് സാധ്യത. 2 സാധ്യത. അതിനു മുമ്പ് ക്ലാസ് ആദ്യം വിട്ടുപോയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കട്ടെ. ഇന്ന് നമ്മൾ കാണുന്ന ദിവസം 2026 ഫെബ്രുവരി മാസം 10-ാം തീയതി അല്ലേ? ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടില്ല. സ്മാർട്ട് സ്ത്രീയുടെ മാനേജിംഗ് പാർട്ണർ എന്നുള്ള നിലക്ക് അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയുകയാണ്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പിനോ അതർവൈസ് കോൺവെക്കേഷനോ ആയിരിക്കും. ഇന്ന് ഉള്ള അൻസീരയും മിഥുനയും അനീസും ആഷ്മിയും ഹസീനയും വിദ്യയും സോജി രഞ്ജുഷ ശരണ്യ എത്രയും പേരെ പേരെ ഞാൻ കാണുന്ന ഇന്നുള്ള നിങ്ങളായിരിക്കുകയില്ല അന്ന് ഈ നമ്മൾ തമ്മിൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുക. 1 വർഷത്തെ പ്രായം നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടാവും. അത് മാത്രമാണോ? അല്ല. നിങ്ങളുടെ സ്വഭാവത്തിനകത്ത്, ചിന്തകൾക്കകത്ത്, ആത്മവിശ്വാസത്തിനകത്ത്, മനോഭാവത്തിനകത്ത് ഉജ്ജ്വലമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രവാഹം ഈ മോണ്ടിസോറി കോഴ്സിലൂടെ ഞങ്ങൾ വാക്ക് പറയും. ഇന്നുള്ള നിങ്ങളായിരിക്കുകയില്ല. ഇന്നത്തെ നിങ്ങൾ ഒരു ഇലയുടെ അടിയിൽ ചിത്രശലഭം പുഴുവിനെ പിക്ക് ചെയ്ത് കണ്ടിട്ടില്ല, പുട്ട് ചെയ്ത് കണ്ടിട്ടില്ല. പുഴുവിനെ പുട്ട് ചെയ്തിട്ട് പ്യൂപ്പ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. ഒരു കവറിട്ട് മൂടും. ആ കവറിനകത്തിരിക്കുമ്പോൾ ഈ പുഴു വിചാരിക്കുന്നത്, ഓ എന്റെ ദൈവമേ, എന്റെ ജീവിതം ഇതോടുകൂടി തീർന്നവല്ലോ എന്നാണ്. പക്ഷെ പുഴു മനസ്സിലാക്കാത്ത കാര്യം, ആ പുഴുവിൽ നിന്ന് മാറി പൂമ്പാറ്റയിലേക്കുള്ള പ്രയാണമാണ് നടത്തുന്നത് എന്നുള്ള കാലം പ്യൂപ്പ കാലാവധി ആ ഇൻക്യുബേറ്റിംഗ് പീരീഡിൽ പുഴു തിരിച്ചറിയുന്നത്. ഇപ്പൊ നിങ്ങൾ ആ പ്യൂപ്പ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ആ പ്യൂപ്പ സ്റ്റേജിലേക്ക് നിങ്ങൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ചിറകുകൾ സ്മാർട്ട് ഫ്രീ വെച്ച് പിടിപ്പിച്ചു തരും. നിങ്ങളുടെ സൗന്ദര്യത്തെ ഇന്ന് കാണുന്നതിനേക്കാൾ 10 മടങ്ങ് സൗന്ദര്യമുള്ളതാക്കി മാറ്റി. ഏത് ബാഹ്യ സൗന്ദര്യത്തല്ലാട്ടോ, ആന്തരിക സൗന്ദര്യത്തിൽ. നിങ്ങളുടെ ചിന്തകൾക്കകത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്നലെ വരെ പൊട്ടിത്തെറിച്ചിരുന്ന നിങ്ങൾ, ഇന്നലെ വരെ മൂഡ് സ്വിങ്ങിന് അടിമപ്പെട്ടിരുന്ന നിങ്ങൾ, ഇന്നലെ വരെ നിരാശയിലും ദുഃഖത്തിലും ആണ്ടിരുന്ന നിങ്ങൾ, അതിനെയെല്ലാം പൊട്ടിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളെ നട്ടെല്ല് നിവർത്തി തലയുയർത്തിപ്പിടിച്ച് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കരുത്തുറ്റ മനോഭാവത്തിലേക്ക് മാറും. ഇത് എന്റെയും ഞങ്ങളുടെ ടീച്ചർമാരുടെയും വാക്കാണ്. ഈ വാക്കിനെ കുറിച്ച് ഞാൻ ഇനി കോൺവെക്കേഷനെ നിങ്ങളോട് പറയുള്ളൂ കേട്ടോ. നിങ്ങൾ മാറിയിരിക്കും. കാരണം ഈ കോഴ്സിന്റെ പ്രത്യേകത ഇത് വെറും ഒരു കോഴ്സ് മാത്രമല്ല. ജോലി വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കോഴ്സോ ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സോ അല്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളിൽ അനിർവചനീയമായ മാറ്റങ്ങളുടെ കലവറകളെ സന്നിവേശിപ്പിക്കാൻ അത്രയും ശക്തമായിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിന്റെ സിലബസ്, അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഒക്കെ അങ്ങനെ തന്നെയാണ്. വരും നാളുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഇപ്പൊ ആരൊക്കെയാണ്? ജോബ് സാറ്, അപർണ ടീച്ചർ, അപ്പോ നിങ്ങൾ ആ മാറ്റം തിരിച്ചറിയും. നിങ്ങൾ തന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറയും, സാർ അന്ന് പറഞ്ഞ വാക്ക് സത്യമാകുന്നു. 2026 ഫെബ്രുവരി 10 മധ്യാഹ്നത്തിൽ പറഞ്ഞ വാക്ക് സാർ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ കോഴ്സ് ഇനി 2 സാധ്യതകളാണുള്ളത്. ഒന്നാമത്തേത് ജോലി സാധ്യത, രണ്ടാമത്തേത് ബിസിനസ് സാധ്യത.
എന്താ ജോലി സാധ്യത? ജോലി സാധ്യത എന്ന് പറയുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും സ്വകാര്യ മേഖലയിലെ പ്രത്യേകം കേട്ടോ, സ്വകാര്യ മേഖലയിലെ 4 വിഭാഗത്തിൽപ്പെടുന്ന സ്കൂളുകളിലേക്ക് ജോലി വാങ്ങുന്നതിന് വേണ്ടിയുള്ള കോഴ്സാണ് മോണ്ടിസോറി കോഴ്സ്. സ്വകാര്യ മേഖലയിലെ 4 വിഭാഗത്തിൽപ്പെടുന്ന സ്കൂളുകൾ ഏതൊക്കെ സ്കൂളുകൾ? CBSE സ്കൂളുകൾ, ICSE സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ. ഈ 4 വിഭാഗത്തിൽപ്പെടുന്ന സ്കൂളുകളിലേക്ക് ഉള്ള KG സെക്ഷനിലെ പ്ലേ ക്ലാസ്സിലെ ഒക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് മോണ്ടിസോറി. അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഏത് കോഴ്സ്? മോണ്ടിസോറി കോഴ്സ്. അത്രയാണ്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള നോർമൽ നിർവചനം. ഇനി നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം കൂടി പറയും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് മോണ്ടിസോറി പഠിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് പഠിപ്പിക്കുന്നത് KG ക്ലാസ്സിലൊന്നുമല്ല. അവർ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. നിങ്ങൾ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് 21ാമത്തെ മോണ്ടിസോറി ബാച്ചാണ്. 21ാമത്തെ മോണ്ടിസോറി ബാച്ച് വിദ്യാർത്ഥികളാണ് 21ാമത്തെ. ആ കഴിഞ്ഞു പോയിട്ടുള്ള മുൻ ബാച്ചുകളുണ്ടല്ലോ, ആ ബാച്ചുകൾക്കകത്തുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. അവര് പഠിപ്പിക്കുന്നത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥിനികള്, ഇവിടുന്ന് പഠിച്ചറിയായിട്ടുള്ള കുട്ടികള്. ആ രീതിയിലുള്ള കപ്പാസിറ്റിയോട് നിങ്ങളെ മാറ്റാനായി ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. അവരെയൊക്കെ പഠിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും നമ്മുടെ ടീച്ചർമാരെ ഭാഗത്തുനിന്ന് ഉണ്ട്. ടീച്ചർമാര് ഈ മേഖല എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നയിക്കുന്നത്. ഓക്കെ, അത് ഈ സ്ഥാപനത്തിന്റെയും കോൺഫിഡൻസും അഭിമാനവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് അങ്ങനെ ജോലി നേടി ഇത് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത് ജോലി കൂടാതെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ബിസിനസ് സാധ്യതയാണ്. എങ്ങനെയാണ് ബിസിനസ് സാധ്യത? ഞാനൊരു എക്സാമ്പിൾ പറയാം. MT5 വിദ്യാർത്ഥികൾ ചേർന്നത് ഇപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ സെന്റർ ആരംഭിച്ചാണ്. MT5 വിദ്യാർത്ഥികൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ സെന്റർ ആരംഭിച്ചിരിക്കും. ഒരു കുറെ പേര് കൂടി ചേർന്നിട്ട് കുറെ വിദ്യാർത്ഥികൾ ഭയങ്കര പ്രശംസനീയമായിട്ടുള്ളത് കൂടാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡേ കെയർ തുടങ്ങാൻ വലിയ കേരളത്തിന്റെ പുതിയ സാമൂഹിക മേഖലക്കകത്ത് വലിയ രീതിയിൽ സാധ്യതയുള്ള ബിസിനസ്സാണ്. കിൻഡർ ഗാർട്ടൻ സ്കൂൾ തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് മതി. ഇപ്പൊ നിങ്ങൾ ഇടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് മതി. ഡേ കെയർ തുടങ്ങാനും കിൻഡർ ഗാർട്ടൻ തുടങ്ങാനൊക്കെ അത് മതി. നിങ്ങൾക്ക് അതാത് സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്യൂട്ടോറിയൽ ലൈസൻസും ബാക്കി അനുബന്ധ ലൈസൻസുകളും എടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 2-3 പേര് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാച്ചിലൊക്കെ. ഇത് രണ്ടുമാണ് ഈ കോഴ്സിൽ പഠിച്ചിട്ടുള്ള ജോലി ബിസിനസ് സാധ്യതയും എന്ന് പറയും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. കോഴ്സിന്റെ ഫീസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. സാറച്ചേടത്തി 50 രൂപക്ക് മാങ്ങ വിൽക്കണം. ഇപ്പൊ മാങ്ങ സീസണാണ്. തൊട്ടപ്പുറത്ത് ദേവസിച്ചേട്ടന് മാങ്ങ വിൽക്കണം. സാറച്ചേടത്തി വിൽക്കണ മാങ്ങ 50 രൂപ കിലോ. ദേവസിച്ചേട്ടൻ വിൽക്കണ മാങ്ങ 150 രൂപ. നിങ്ങൾ എന്ത് വിചാരിക്കും? ഏത് മാങ്ങയാണ് നല്ലത്? കമോൺ. മാങ്ങന്റെ ക്വാളിറ്റിക്കല്ലല്ലോ, അതിന്റെ ടേസ്റ്റിനല്ലേ പവർ ഉള്ളത്. അതാണ് പോയിന്റ്. പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു വിദ്യാദാനം എന്താണെന്ന് വെച്ചാൽ 8000 രൂപയുടെ കോഴ്സാണ്. അങ്ങനെ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അത് നമ്മുടെ ഒരു സാമൂഹ്യ ബോധത്തിന്റെ പ്രശ്നം. ഞാൻ നമ്മുടെ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് 7 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റാണ്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് എംബസി അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ്. നാലാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അഞ്ചാമത്തേത്
ISO സർട്ടിഫിക്കറ്റ്. ആറാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് പേരിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്. അടുത്തത് ഒട്ടനവധി വിദേശ രാഷ്ട്രങ്ങളുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റുമായി ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നിട്ടുണ്ടെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ എംപ്ലോയർക്ക് ഈ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് വെറുതെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലോട്ട് ചെല്ലും. അവിടെ ചെന്നാലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ഞാൻ കാണുന്ന വേറൊരു പേര് രമ്യ എ. രമ്യയുടെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ രമ്യയുടെ സർട്ടിഫിക്കറ്റില്ല ആ സീരിയൽ നമ്പർ ആ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പറഞ്ഞ ഓപ്ഷൻ അടിച്ചു കൊടുത്താൽ രമ്യയുടെ പേര്, രമ്യയുടെ ഫോട്ടോ, രമ്യ ചെയ്ത കാലാവധി എപ്പോഴാണ്, ഏത് കോഴ്സാണ് ചെയ്തത്, അത് എങ്ങനെയാണ് പാസ്സായത്, ഈ കാര്യങ്ങൾ മുഴുവനും സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലൂടെ അടക്കം ചെയ്തിട്ടുണ്ടാകും. എംപ്ലോയർക്ക് ലോകത്തിന്റെ ഏത് കോണിലും ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിച്ച് ബോധ്യപ്പെടാൻ സാധിക്കും. അതാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ. അടുത്തത് എംബസി, ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യക്കകത്തുള്ള പൗരന്മാർ, ഇന്ത്യയിലെ പൗരന്മാർ വിദേശത്തേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ, ജോലിക്ക് വേണ്ടി, ടൂറിസ്റ്റായി, പഠിക്കാൻ ഒക്കെ പോകുമ്പോൾ അവരുടെ ഔദ്യോഗിക കാര്യങ്ങൾ നോക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ്. അടുത്തത് വിദേശകാര്യ മന്ത്രാലയം, മോഫ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ 10ാം ക്ലാസ്സും SSLC +2 ഒക്കെ കഴിഞ്ഞപ്പോൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ നിശ്ചയമായും നിങ്ങൾക്ക് എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും വാലിഡേഷൻസ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് RSBC. അത് ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. ഇത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എക്സാം ഫീസ് അടച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കേഷൻ കൗൺസിൽ പറയുന്ന എല്ലാ നോട്ട്സും പൂർത്തിയാക്കി നിങ്ങൾ പരീക്ഷ പാസ്സാകുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സൗജന്യമായി ലഭിക്കുന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. അതെല്ലാവരും വാങ്ങണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവർക്ക് പഠിക്കുന്ന ആൾക്കോ, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ, അവിടെ സെറ്റിൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതൊരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, SBC സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിന് ഫീസ് ഉണ്ട്. അതിന് 1800 രൂപയാണ്. 1800 രൂപയാണ്. +2 ഡിപ്ലോമയ്ക്കും 1800 രൂപ, PGക്കും 1800 രൂപയാണ്. ആ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ എക്സാം ഫീസ് ആ സമയത്ത് മാത്രം പറഞ്ഞാൽ മതി. ആ സമയത്ത് പറഞ്ഞാൽ മതിയാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ആ സമയത്ത് പറഞ്ഞാൽ മതി. എന്നാൽ എക്സാമൊക്കെ കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല. എക്സാം എഴുതുന്ന ആ സമയത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ പറയുന്നത്, സാർ എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം. ഒരു സംശയം നിങ്ങൾക്ക്. സംശയം എന്താണ്? സാർ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഗൾഫിലോട്ടുള്ള ചാൻസ് വരുന്നതെങ്കിൽ ആ സമയത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സർട്ടിഫിക്കറ്റ് ഇപ്പോഴേ വാങ്ങിച്ചു വെക്കണം. ഇതാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അപ്പൊ നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, എക്സാമിന്റെ കാര്യം പറഞ്ഞു, ഫീസിന്റെ കാര്യം പറഞ്ഞു, ക്ലാസിന്റെ കാര്യം പറഞ്ഞു, റെക്കോർഡ് ക്ലാസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. 1 സെക്കൻഡ്. യെസ്, അടുത്തത് 2 കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ.
ഒന്നാമത്തെ കാര്യം പിന്നെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെടുന്ന ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട്. ഈ കോഴ്സിനകത്ത് വിദേശത്തിരുന്ന് ഈ കോഴ്സ് പഠിക്കുന്ന ആളുകളുണ്ട്, നാട്ടിൽ തന്നെ ഇന്റേൺഷിപ്പിന് പോകാൻ സൗകര്യമില്ലാതെ പഠിക്കുന്ന ആളുകളുണ്ട്. ഈ കോഴ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് കോഴ്സിന്റെ ഭാഗമായുള്ള നിർബന്ധമല്ല. ശ്രദ്ധിക്കണം, കോഴ്സിന്റെ ഭാഗമായുള്ള നിർബന്ധമല്ല. കോഴ്സിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് എന്നാണ്. പക്ഷെ ഒരു നല്ല ടീച്ചർ ആകണമെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടീച്ചിങ് എന്ന് പറയുന്ന എക്സ്പീരിയൻസിൽ കൂടി നിങ്ങൾ കടന്നു പോകണ്ടേ. അതും കടന്നു പോയാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ചും കഴിവുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായും ഇന്റേൺഷിപ്പിന് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പോകാൻ സാധിക്കുന്നവർ, ഇനി ഇപ്പൊ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇന്റേൺഷിപ്പ് എടുക്കും കേട്ടോ. ഇനി അങ്ങനെ ഇന്റേൺഷിപ്പ് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ഇന്റേൺഷിപ്പ് നൽകുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ പിന്നീടുള്ള ഒരു സന്ദർഭത്തിൽ വിശദീകരിക്കും. ഡിപ്ലോമ കോഴ്സിൽ ചേർന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഡിപ്ലോമ കോഴ്സിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്, PGയിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. എങ്കിലും ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം ഇപ്പോൾ +2 അഥവാ പ്രീ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് മോണ്ടിസോറിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യാവുന്നതാണ്. അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് സമയം കളയാനില്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടുകയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. 4 വിഭാഗത്തിലുള്ള സ്കൂളുകളാണ് കിട്ടുക. എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും ഭാഗമായുള്ള KG സെക്ഷനുകൾക്കകത്ത് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കും. പക്ഷെ നിങ്ങൾ സാധാരണ തരുന്നത് ഗവൺമെന്റ് ആയിരിക്കില്ല സാധാരണ തരുന്നത്. അവരുടെ PTA-യോ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയോ അഭ്യുദയവാക്ഷമോ ഗവൺമെന്റായിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. അതായത് എയ്ഡഡ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളിലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് സ്ഥിരം ജോലിയല്ല, താൽക്കാലിക ജോലി എന്നുള്ള പേരിലായിരിക്കും. പക്ഷെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വർഷങ്ങളോളം ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നിങ്ങൾക്ക് സാധാരണ തരുന്നത് ഗവൺമെന്റ് ആയിരിക്കില്ല. നിങ്ങൾ ആ സ്കൂളിന്റെ ഒഫീഷ്യൽ പാർട്ടിന്റെ ഭാഗമായിരിക്കുകയില്ല. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും അഡ്മിഷൻ കുറയാതിരിക്കാൻ വേണ്ടി, 1ാം ക്ലാസ് അഡ്മിഷനെ കുറയാതിരിക്കുന്നതിന് വേണ്ടി, സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് കുറയാതിരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ സ്ട്രെങ്ത് കുറഞ്ഞാൽ അധ്യാപകരുടെ ജോലി പോകും എന്നുള്ളത് കൊണ്ട്, സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഇപ്പോ ഗവൺമെന്റ് സ്കൂളുകാരും എയ്ഡഡ് സ്കൂളുകാരും ചെയ്യുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് KG-യിലോട്ട് അഡ്മിഷൻ എടുക്കും. ഫ്രീ കൊട, ഫ്രീ യൂണിഫോം, ഫ്രീ വണ്ടി ഇതൊക്കെ കൊടുക്കും. അപ്പോ അവിടെ അഡ്മിഷൻ ഉറപ്പായിട്ടും എവിടെ വരും? അവിടെ അഡ്മിഷൻ ഉറപ്പായിട്ടും 1ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ തന്നെ കിട്ടും. അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള അവസരം കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമികമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ചോദിച്ചു കൊടുക്കണം. ഓരോരുത്തരുടെ പേരും അത് പരിചയപ്പെടുത്തുക, സ്ഥലം പറയുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ഹലോ, എൻ്റെ പേര് തസ്നിയ എന്നാണ്. ഞാൻ നിലമ്പൂർ പൂക്കുട്ടുംപാടത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്ക് അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ആ സ്ഥാപനത്ത് വന്നുങ്ങാണ്ട് ഒരു ദിവസത്തെ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് അപ്പം മറുപടി പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ചോദിച്ചത് നല്ല ചോദ്യമാണ്. മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സ്റ്റഡി ഉള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങളെ കൊണ്ട് ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യിപ്പിക്കാറ് ഇല്ലേ? റെക്കോർഡ് ബുക്ക് ഉണ്ടാവും, അസൈൻമെന്റ് ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. ചിലപ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലായില്ല, അല്ലെങ്കിൽ ചെയ്ത കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ, ഒന്നുകൂടി ചെയ്യണം, നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. അപ്പാരറ്റസിന്റെ ഒക്കെ പ്രവർത്തനം നിങ്ങൾ ഓൺലൈനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ബാച്ചുകളും നമ്മൾ ചെയ്യാറ് വർഷത്തിൽ ഒരിക്കൽ ഒരു പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പ്, 1 ഡേ വർക്ക്ഷോപ്പ് വെക്കും.
ഏതെങ്കിലും ഒരു ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഉച്ച വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു 1 day വർഷവും നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഒരു 8 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും. 9 മാസം കഴിയുമ്പോഴായിരിക്കും ഉണ്ടാവും. ആ സമയത്ത് വെക്കും. അതിൽ പങ്കെടുക്കണം എല്ലാവരും എന്ന് നിർബന്ധമില്ല. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, അല്ലാത്തവർക്ക് പങ്കെടുക്കാം. അങ്ങനെയുള്ള ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് കുറിച്ചൊരു ഫീസ് നമ്മൾ മേടിക്കാറുണ്ട്. അവിടെ 200 രൂപ ഒരു വിദ്യാർത്ഥി ഫീസ് അടക്കേണ്ടവർ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 or 3 ടീച്ചർമാർ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. അവർക്ക് നമുക്കൊരു പേയ്മെന്റ് കൊടുക്കണം. രണ്ടാമത്തേത് നമുക്ക് അവിടെ സ്ഥല സൗകര്യങ്ങൾ കാര്യങ്ങൾ വെക്കണം. അതുപോലെ അനുബന്ധമായ കുറച്ച് സംവിധാനങ്ങൾ വെക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 200 രൂപ മേടിക്കുന്നത്. അത് വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് മാത്രം മേടിക്കുള്ളൂ. താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. എല്ലാവരും വരണമെന്ന് നിർബന്ധമില്ല. കാരണം അതിനെക്കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാതിരുന്നത് ജോലിയൊക്കെ ചെയ്യാറില്ല എന്ന് ആലോചിക്കുന്നത് മേടിച്ചു പോകും. ഓക്കെ, അങ്ങനെ പേടിക്കേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രാക്ടിക്കൽ 2 വർഷം തരുന്നതാണ്. ശരി, അടുത്തത് അടുത്ത ചോദ്യം. ചോദ്യങ്ങളൊന്നുമില്ലേ? ഓക്കെ, പറയും. ഈ ഡിപ്ലോമയും PG തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്കുള്ള പഠന രീതി എത്ര വരെ, എങ്ങനെയാണ്? ഡിപ്ലോമയും PG തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിപ്ലോമ എടുത്താൽ എത്ര വരെയാണ്? PG എടുത്താൽ എങ്ങനെയാണ്? ഡിപ്ലോമ ആൻഡ് PG അതല്ലേ ചോദ്യം? പറയാം. ഈ കോഴ്സിനകത്ത്, മോണ്ടിസോറി കോഴ്സിനകത്ത് നിങ്ങളുടെ നിയമനം നടത്തുന്നത് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് ആണ്. ശ്രദ്ധിച്ചു കേൾക്കാൻ പോയിട്ട് ആ മാനേജ്മെന്റ് ഈ നിയമനം നടത്തുന്നു. ഒരു സ്കൂളിന്റെ ലക്ഷ്യം എന്താണ്? അതൊന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കട്ടെ. എന്താണ് ഒരു സ്കൂളിന്റെ ലക്ഷ്യം? സ്കൂൾ മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്താണ്? 100% വിജയം. 100% വിജയം. അത് സ്കൂളിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു ലക്ഷ്യമാണ്. പിന്നെയോ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. ഒരു CBSE സ്കൂളിന്റെ ലക്ഷ്യം എന്താണ്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് അവർ നോക്കുക. CBSE സ്കൂൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനമാണ്, അല്ലേ? ആണോ? അല്ലേ? യെസ് ഓർ നോ? ബിസിനസിന്റെ ലക്ഷ്യം എന്താണ്? ബിസിനസിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സെനാരിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നേരത്തെ ആളും പറഞ്ഞ പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർമാർ. ഒരു ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? അത് ഡിപ്ലോമയുടെയോ PG സർട്ടിഫിക്കറ്റിന്റെയോ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആദ്യത്തെ നോട്ടത്തിൽ ഡിപ്ലോമയുടെയും PGയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരാൾക്ക് ഡിപ്ലോമ ഉണ്ട്, വേറെ ആൾക്ക് PG ഉണ്ട്. PG ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിരിക്കും അവർക്കാർക്ക് കുറച്ചുകൂടി ഹയർ അതോറിറ്റീസിൽ, ഹയർ പോസ്റ്റിലോട്ട്, ഹയർ സാലറിയിലോട്ട് അവർക്ക് നിയമനം ലഭിക്കുക അവർക്കായിരിക്കും. മറ്റവർക്കായിരിക്കില്ല. മനസ്സിലായി? ഡിപ്ലോമക്കാർക്കായിരിക്കില്ല, ഇവർക്കായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഡിപ്ലോമക്കൊക്കെ അവസരമില്ലാതെ കേട്ടോ. അതായത് അത് ഓരോ സ്കൂളിന്റെയും മാനേജ്മെന്റിന്റെ ഭരണപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പോളിസി മാറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇവിടെ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളെ 16,000 രൂപ ലെമൺ സ്കൂൾ നമ്മുടെ ഗ്രൂപ്പിന്റെ യൂസഫ് അല്ലിയൊക്കെയാണ്. ആ കുട്ടികൾ 2-3 പേര് 3 പേര് ജോലിട്ട് കോഴ്സ് തീരുന്നതിന് മുമ്പ് അവർ പൊക്കെടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ വീടിന്റെ അടുത്തായിരുന്നു, രണ്ടാമത്തെ അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരുന്നു. അവർ ഡിപ്ലോമ കഴിഞ്ഞവരാണ്. അവർ 16,000 രൂപക്കാണ് സാധാരണ ജോലി ചെയ്യുന്നത്. PG കഴിഞ്ഞവർ 13,000 രൂപക്ക് ജോലി ചെയ്യുന്നുണ്ട്. നല്ല സ്കൂള് പ്രധാനമാണ്. ഓക്കെ, നല്ല സ്കൂളിൽ കിട്ടുക എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. കേരളത്തിൽ അതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് നല്ല സ്കൂളുകളുണ്ട്. അവരിൽ ഒരുപാട് പേര് ഹയർ പോസ്റ്റിലോട്ട്, അതായത് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലോട്ടൊക്കെ ഈ PGക്കാരെ നന്നായിട്ട് എടുക്കാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു ചോദിക്കാറുണ്ട്, സാറേ ഉണ്ടോ, സ്റ്റുഡൻസ് ഉണ്ടോ എന്ന്, കാൻഡിഡേറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോ ഡിപ്ലോമക്കാർക്ക് KG മുതൽ 4ാം ക്ലാസ് വരെയാണ് കൂടുതൽ കിട്ടാറുള്ളത്. 5ാം ക്ലാസ്സൊക്കെ പഠിപ്പിക്കുന്ന ഡിപ്ലോമക്കാരുണ്ട്. അത് നിങ്ങളുടെ എബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഇതിന്റെ ഒരു വ്യത്യാസം കൊണ്ട് മാത്രമല്ല. ഓക്കെ,
ഡിപ്ലോമക്ക് അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് ആണ്, പി ജിക്ക് അടിസ്ഥാന യോഗ്യത ഡിഗ്രിയാണ്. എങ്കിലും +2 ഉള്ളവർക്ക് ഇപ്പോൾ ലാറ്ററൽ ഡിസ്ട്രിക്ട് പ്രകാരം പി ജി എടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതിന് അധികമായി 2000 രൂപ എക്സാം വന്നിട്ട് അടക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഹരീഷ്? യെസ്, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറേ, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അവിടുന്ന് തരുമല്ലേ? സ്റ്റഡി നമ്മള് പുറത്തുനിന്ന് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പുറത്തുനിന്നല്ല, ഇവിടെ നിന്ന് വിളിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ പ്രിന്റിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങളെ വിളിക്കും. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അയച്ചു തരും, ബൈ പോസ്റ്റ് അയച്ചു തരും കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ സാർ. പിന്നെ അടുത്ത ചോദ്യം. ഹലോ സാർ, നമ്മൾ എത്ര നാള് ഇന്റേൺഷിപ്പ് ചെയ്യണം പഠിച്ചു കഴിഞ്ഞിട്ട്? ഇന്റേൺഷിപ്പ് ഒരു മാസം മുതൽ 3 മാസം വരെ നിങ്ങളുടെ ചോയ്സാണ്. മിനിമം 1 മാസമൊക്കെ ചെയ്താലും മതി. സാധാരണ നമ്മൾ വിദ്യാർത്ഥികളോട് 1 മാസം ചെയ്യാനാണ് പറയാറുള്ളത്. നമ്മുടെ ടീച്ചർമാരെ നിങ്ങളോട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ. സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരുന്നു പറഞ്ഞില്ലേ, അപ്പം നമ്മൾ വേറെ ഫീസ് അടക്കണോ? സ്റ്റഡി മെറ്റീരിയൽ വേറെ ഫീസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയലിന്റെ ഫീസ് ഞാൻ പറഞ്ഞല്ലോ. ഡിപ്ലോമക്ക് 1450 രൂപ, പി ജിക്ക് 1850 രൂപ. അത് ബുക്സിന് മാത്രം. കേൾക്കണില്ല? സർ, നിങ്ങൾ റെക്കോർഡ് ബുക്കിന്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇത് പറഞ്ഞിട്ടില്ല. റെക്കോർഡല്ല, ടെക്സ്റ്റ് ബുക്കിന്റെ ആണ്. സ്റ്റഡി മെറ്റീരിയൽ അല്ല, നിങ്ങൾ റെക്കോർഡ് ബുക്കിന്റെ പറഞ്ഞു 800 ഉള്ളത്. റെക്കോർഡ് പറഞ്ഞോട്ടെ ജസ്റ്റ് വെയിറ്റ്. റെക്കോർഡ് ബുക്ക് ഇവിടെ നിന്ന് വാങ്ങുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും വാങ്ങാം, അതിലൊരു ബുദ്ധിമുട്ടില്ല. റെക്കോർഡ് ബുക്ക് ഞങ്ങൾ അടിക്കാനിടയായ സാഹചര്യം എന്താന്ന് വെച്ചാൽ പലരും പലതരത്തിലുള്ള റെക്കോർഡുകൾ ഉപയോഗിക്കുന്നു. പിന്നെ അവർക്ക് ഈ അപ്പാരറ്റസിന്റെ പ്രാക്ടിക്കൽ അപ്പാരറ്റസിന്റെ വീഡിയോസും മറ്റുണ്ടല്ലോ, അതൊന്നും എന്നൊന്നും യൂട്യൂബിൽ നിന്നൊന്നും നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. അപ്പൊ അതെല്ലാം കൂടി നമ്മൾ റെക്കോർഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ അപ്പാരറ്റസും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതിന്റെ വിശദീകരണവും അതിന്റെ ആക്ഷൻ രീതികളും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടു. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പുതിയ കാര്യം കൂടി ആലോചിക്കുന്നത്, നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താൻ വേണ്ടിയിട്ട് അത് കുറെ കൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പടങ്ങളെ കൂടി റെക്കോർഡോട് ആഡ് ചെയ്തിട്ടുള്ള ഓരോ സംവിധാനങ്ങൾ ആലോചിക്കുന്നു. അതിന്റെ പ്രാക്ടിക്കൽ വീഡിയോസൊക്കെ അതിലെ QR കോഡിൽ നമ്മൾ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ ഇതിൽ വരുന്ന വിദ്യാർത്ഥികൾ പലരും ഒരു സമയത്ത് പൂത്തുമ്പികളെ പോലെ പാരം നടന്നിട്ടുള്ള ആളുകളാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഒരു മധുരക്കിരാമോ കുടമുല്ലപ്പൂ വിരിയുന്നു എന്ന് പറഞ്ഞ പോലെ കുടമുല്ലപ്പൂ വിരിയുന്ന രാവുകളെ സ്വപ്നം കണ്ടുകൊണ്ട് നടന്നു പോയിരുന്ന ഒരു കൂട്ടം ആളുകൾ അവരെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വിവാഹിതരായി. വിവാഹത്തോടു കൂടി പൂത്തുമ്പിയുടെ 2 ചിറകുകളും കട്ട് ചെയ്ത് കളയപ്പെട്ടു. ബോധപൂർവം സംഭവിച്ച കാര്യമില്ല. ഉത്തരവാദിത്വങ്ങളുടെ പെരുമഴ വന്നു കഴിഞ്ഞപ്പോൾ ഈ വീടിന്റെ 4 ചുവടുകൾക്കുള്ളിൽ തന്റെ ജീവിതം ഒടുങ്ങിപ്പോകുമോ എന്ന് ആശങ്കപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള കുറെ പേര് നമ്മളെ പോലീസ് പഠിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. ഇനി പുറത്ത് കടന്നൊരു ജോലി നേടാൻ പറ്റുമോ? 10 കൊല്ലം മുമ്പ്, 12 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ്, 8 കൊല്ലം മുമ്പാണ് പഠിച്ചിട്ടുള്ളത്. ഈ പഠിക്കാൻ തന്നെ പറ്റുമോ? ആശങ്കയുള്ള ആളുകളുണ്ട്. അപ്പൊ ആ ആശങ്കകളൊക്കെ മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് സ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ റെക്കോർഡ് ബുക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. റെക്കോർഡ് ബുക്ക് വാങ്ങുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നില്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാം. പക്ഷെ നമ്മുടെ റെക്കോർഡ് ബുക്ക് നമ്മളിൽ മാത്രം കിട്ടുള്ളൂ. ഈ സാധനങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് നിങ്ങൾക്ക് വേറെ റെക്കോർഡ് ബുക്കുകൾ മേടിച്ച് എഴുതാം, ഡോണ്ട് വറി. പക്ഷെ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയല്ല. സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, സ്റ്റഡി മെറ്റീരിയൽ കോഴ്സിന്റെ ഭാഗമായിട്ട് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്ററിനകത്ത് സ്റ്റഡി മെറ്റീരിയലിന്റെ പേയ്മെന്റ് വന്നത് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഇൻവെന്ററിയിൽ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ബേഴ്സ് ചെയ്തത് രേഖപ്പെടുത്തണം. ഈ ഡോക്യുമെന്റ് സർട്ടിഫിക്കേഷൻ കൗൺസിലിന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ പിന്നെ എന്ത് ചെയ്യാനാ എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ, ഫൈനലിസ്റ്റ് അപ്രൂവ് ചെയ്ത് വരികയുള്ളൂ.
അത് നിർബന്ധമുള്ള കാര്യമാണ്. അതിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക് വാങ്ങേണ്ടത് ഒരു കാര്യം ഇത്. രണ്ടാമത്തെ കാര്യം കൂടി പറയാട്ടാ. നിങ്ങൾ മോണ്ടിസോറി മേഖലയിൽ ഇന്ന് വരെ തുടരുന്നുണ്ടോ, അന്ന് വരെയും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകൾ പർപ്പസ്ഫുൾ ആണ്. നിങ്ങൾക്കത് കൂടിയേ പറ്റൂ. അതിനകത്തുള്ള കുറെ തിയറീസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കുകൾ നിർബന്ധമാണ്. അവിടെ ചോദ്യം കൂടി വരും, സാറേ ഞാനും എന്റെ നാത്തൂരും കൂടി ഒരുമിച്ചാണ് പഠിക്കുന്നത്, അപ്പൊ രണ്ടു പേർക്കും കൂടി ഒരു ടെക്സ്റ്റ് ബുക്ക് മതിയോ? 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 ഒന്ന് പറഞ്ഞേ. മതിയാവില്ല. മതിയാവില്ല. നാത്തൂൻ വീട്ടിലാണ്. ഇവിടെ സംബന്ധിച്ച് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ മുമ്പിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ വിദ്യാർത്ഥികളാണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി ഇതാ നോംസ് പ്രകാരം നമ്മുടെ സ്കിൽ കോഴ്സുകൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആണ്. അതുകൊണ്ടാണ് അവരുദ്ദേശിച്ചതേ ടെക്സ്റ്റ് ബുക്ക് അല്ല, നമ്മളെ അപ്പാരറ്റൽസ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. അവര് ചോദിച്ചത് അത് അൻസീല പറയുന്നത് വ്യക്തമല്ല. അൻസീല യുവർ വോയിസ് ക്ലിയർ. ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോന്ന് ചോദിക്കുന്നത്. നമ്മളത് വേറെ മെറ്റീരിയൽ ഒന്നും ഇവിടെ നിന്നില്ല, വാങ്ങേണ്ടതില്ല. ടീച്ചർമാരെ നിങ്ങളോട് കുറച്ച് ആക്ടിവിറ്റീസ് പറയും. A4 ഷീറ്റിൽ അത് വരക്കണം, ഇത് വരക്കണം, അതിങ്ങനെ ഉണ്ടാക്കണം, അതങ്ങനെ ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അത് നിങ്ങളുടെ അടുത്തുള്ള കടകളൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ പൈസയുടെ സാധനങ്ങളാണ്. ബട്ടൻസ്, സൂചി, മൂലി ഇതൊക്കെയാണ് മേടിക്കേണ്ടത് കേട്ടോ. അതൊക്കെ മേടിച്ച് ഇതൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ടീച്ചറാവാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇത് ചെയ്യാതെ എങ്ങനെ ടീച്ചറാവും? എങ്ങനെ ടീച്ചർ? ഏറ്റവും നന്നായി ബിരിയാണി വെക്കുന്ന ആളെ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ബിരിയാണി വെക്കുന്ന ആള് ഏറ്റവും നന്നായി ആദ്യം പഠിക്കേണ്ടത് സവാള നന്നായി വെട്ടാൻ പഠിക്കണം, കോഴി നന്നായി നുറുക്കാൻ പഠിക്കണം. അല്ലാത്തൊരാൾക്ക് കോഴി കിടക്കാതെ കൊണ്ട് കോഴി വെട്ടിച്ച ഏതൊക്കെ നല്ല ബിരിയാണിക്കാരനുണ്ട്? അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. ഉണ്ടാവില്ല. അതാ അങ്ങനെയാണ് അതിന്റെ ഓരോ രീതിയുണ്ട്. ഇതിനകത്ത് ഈ പ്രോസസ്സർ പൂർത്തിയാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ടീച്ചർമാരാകാൻ പറ്റുള്ളൂ. നമ്മള് നല്ല ടീച്ചർമാരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത്, ഇവിടുന്ന് പോയിട്ടുള്ള ഒരാള് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നിന്ന് തോറ്റി പിൻവാങ്ങി മടങ്ങി വന്ന ചരിത്രം സ്മാർട്സിലെ സ്റ്റുഡൻസിന് ഇല്ലാന്ന്. എന്താ കാര്യം എന്ന് അറിയോ? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നമ്മൾ ഇൻസ്റ്റയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 100 കണക്കിന് പേര് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. ഞങ്ങൾ പറയിപ്പിച്ചാക്കുന്ന പൈസ കൊടുത്ത് പറയിപ്പിച്ചാക്കുന്നതല്ല. അവരിവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, നമ്മൾ പറയിപ്പിക്കുന്നതല്ല, കാരണം അവർക്ക് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോ പ്രീ ഡിഗ്രി പഠിച്ചവർക്ക് നമുക്ക് PG കോഴ്സിന് ചേരാമെന്നുള്ളത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഞാനിപ്പോ ഓൾറെഡി ഡിപ്ലോമയ്ക്കാണ് ചേർന്നത്. നമുക്കിനി കോഴ്സ് അങ്ങനെ ചേഞ്ച് ചെയ്ത് PGയിലോട്ട് മാറാൻ പറ്റുമോ? PGയിലോട്ട് മാറാൻ പറ്റും. അത് നിങ്ങളുടെ എന്തോ അല്ല, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് റെക്കോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മള് ഫീസ് അടച്ചിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ അത് ഞാൻ പറഞ്ഞോളാം. സോജി ഇപ്പൊ തന്നെ അവിടെ വിളിക്കും. 4 മണിക്ക് ശേഷം ഇപ്പൊ ഓഫീസിൽ വിളിക്കും കേട്ടോ. ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കല്ലുകടി തോന്നിയില്ലേ? അതായത് 10ാം ക്ലാസ് പഠിച്ചവർക്ക് ഡിപ്ലോമ അത് ക്ലിയർ മനസ്സിലായി. +2 കഴിഞ്ഞവർക്ക് PG ചെയ്യാം. സാറേ PGക്ക് ശരിക്കും ഡിഗ്രി അല്ലേ വേണ്ടത്? PG വെച്ച് +2 വെച്ചിട്ട് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി വെച്ചിട്ട് എങ്ങനെ PG ചെയ്യാൻ പറ്റും? പ്രീ ഡിഗ്രി ഓർ +2 വെച്ച് എങ്ങനെ PG ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ആരുടെങ്കിലും മനസ്സിലൊരു കല്ലുകടിയായിട്ട് വന്നോ? വന്നു മിണ്ടാതിരിക്കരുത്. ഓക്കെ, BCom ചെയ്യാത്ത ഒരാൾക്ക് MCom ചെയ്യാൻ പറ്റുമോ? പറ്റൂടാ? പറ്റൂല. BCom ചെയ്യാതെ MCom ചെയ്യാൻ പറ്റില്ല. BSc ചെയ്യാതെ MSc ചെയ്യാൻ പറ്റില്ല. BA ചെയ്യാതെ MA ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാതെ MA ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഡിഗ്രി ഇല്ലാതെ PG ചെയ്യാൻ പറ്റുകയില്ല.
പിന്നെ സാറ് എന്തെന്നാണ് ഇരുന്ന് പറയുന്നത്, പ്രീ ഡിഗ്രി വെച്ച് +2 വെച്ച് PG ചെയ്യാം എന്ന് പറയുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇല്ലേ? ഞാൻ ആ കൺഫ്യൂഷൻ വിശദീകരിക്കാം, ഒന്ന് കേട്ടോളാമേ. അത് ഇപ്രകാരം: കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് 2 തരത്തിലുള്ള കോഴ്സുകളുണ്ട്. ഒന്നാമത്തെ കോഴ്സ് അക്കാദമിക് കോഴ്സുകൾ എന്നറിയപ്പെടും, രണ്ടാമത്തേത് സ്കിൽ കോഴ്സുകൾ എന്നറിയപ്പെടും. അക്കാദമിക് കോഴ്സ് എന്തൊക്കെയാണ് പറയാമോ ആരെങ്കിലും? കമൺ ഗൈസ്, എനിബഡി? ഡിഗ്രി ബികോം നമ്മൾ കോളേജുകളിൽ പോയിട്ട് പഠിക്കുന്നത്. BSc, BCom, MA, MSc, MCom, MBA, BBA ഇതെല്ലാം അക്കാദമിക് കോഴ്സുകളാണ്. DTP, ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ റിസർച്ച്, ലെക്ചർ മാനേജ്മെന്റ്, മോണ്ടിസോറി, ഇതൊക്കെ സ്കിൽ കോഴ്സുകളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അക്കാദമിക് കോഴ്സുകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയോ തത്തുല്യമായിട്ടുള്ള യോഗ്യതയോ വേണം. BCom ഇല്ലാത്ത ഒരാൾക്ക് MCom ചെയ്യാൻ സാധിക്കില്ല. ഡിഗ്രി ഉള്ളെങ്കിൽ ചെയ്യാൻ പറ്റൂല MCom. BA ഉള്ള ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ BSc ഉള്ള ഒരാൾക്ക് മാത്രമേ, എനി ഡിഗ്രി ഉള്ള ഒരാൾക്ക് മാത്രമേ MA ചെയ്യാൻ പറ്റുള്ളൂ. BSc ഇല്ലാത്ത ഒരാൾക്ക് MSc ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? അതെല്ലാനും അക്കാദമിക് കോഴ്സുകളാണ്. എന്നാൽ സ്കിൽ കോഴ്സുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ DCA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? DCA കേട്ടിട്ടുണ്ടോ? ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അതിന്റെ വേറൊരു കോഴ്സ് കൂടിയുണ്ട്, PGDC. അതിന്റെ ഫുൾ ഫോം എന്താണ്? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. PGDCA ചെയ്യാനായിട്ട് ഡിഗ്രി നിർബന്ധമാണോ? അല്ല. PGDCA എന്ന് പറയുന്നത് DCA എന്ന് പറയുന്നത് സ്കിൽ കോഴ്സാണ്. അതുകൊണ്ടാണ് PGDCA ചെയ്യുന്നതിന് പിന്നെ ഡിഗ്രി നിർബന്ധമല്ലാത്തത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, ഡിഗ്രി നിർബന്ധമല്ല. മോണ്ടിസോറി എന്ന് പറയുന്നത് സ്കിൽ കോഴ്സാണ്. അതുകൊണ്ടാണ് പ്രീ ഡിഗ്രി ഉള്ളവർക്ക് +2 ഉള്ളവർക്ക് PG ചെയ്യാൻ സാധിക്കുന്നത്. കേട്ടോ? ചില കാര്യം ഞാൻ പറഞ്ഞോളാം. വേറെ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് പറഞ്ഞേക്കണേ, ഞാൻ പറഞ്ഞോളാം. യെസ്. ഇനി വേറെ ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അവസാനിപ്പിക്കാലോ. അങ്ങനെയാണെങ്കിൽ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. ഓക്കെ, പറയാം. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി നിർബന്ധമുള്ള കാര്യമല്ല. ഇന്റേൺഷിപ്പ് നിങ്ങൾ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇന്റേൺഷിപ്പ് എടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതിരിക്കുകയോ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്യുകയില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ഇന്റേൺഷിപ്പ് വേണ്ട. എന്നാൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് അഭികാമ്യം. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് അഭികാമ്യം. എന്താണെന്ന് വെച്ചാൽ, ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങളിലെ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പൂർണ്ണത വരികയുള്ളൂ. നിങ്ങൾ ആ അനുഭവത്തിൽ കൂടി കടന്നു പോകണം. ആ അനുഭവത്തിൽ കൂടി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യപ്രദമാകുന്നത്, സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ട് ഇപ്പൊ കുറെ കാര്യം ക്യാരിങ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ആ സമയത്തായിരിക്കും ഈ കോഴ്സ് ചെയ്യരുത്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലോക്കായിരിക്കും. അത്തരം കാരണങ്ങൾ കൊണ്ട് ലോക്കായിട്ടുള്ളവര് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് അപ്പൊ പോയി ചെയ്താൽ മതി. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു 7 മാസം കഴിഞ്ഞിട്ടാണ്, ഒരു മാസമൊക്കെ ചെയ്യേണ്ടി വരുള്ളൂ. അത് ടീച്ചർമാര് പറയും. കേട്ടോ? ഇനി ഇതിൽ കൂടുതൽ അതിനെന്തെങ്കിലും ലെറ്ററോ അതെല്ലാം സ്ഥാപനത്തിൽ നിന്ന് വരുന്നത്, അതോ ഞങ്ങൾ തന്നെ പോയിട്ട് അയ്യോ പ്രധാനപ്പെട്ട പറയുന്നതിന്റെ ഇടയിൽ കയറാൻ പറ്റൂലല്ലോ, അങ്ങനെ ഞാൻ മിണ്ടാൻ തന്നെ. ഓക്കെ പറയാട്ടോ. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം. ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും.
ജയറാമും മുകേഷും ശ്രീനിവാസനും ജഗതിയും ഒക്കെ തകർത്തഭിനയിച്ച ഒരു സിനിമ അല്ലേ? ആ സിനിമ ഓർക്കണില്ലേ നിങ്ങള്? ആ സിനിമയില് ജഗതി എന്ത് തൊഴിലുള്ള ആളാണ്? ജഗതി കമോൺ പെയിന്റിംഗ് കോൺട്രാക്ടറാണ്. ഒരു സുപ്രഭാതത്തിൽ പോണ്ടിച്ചേരിയിൽ വെച്ചിട്ട് ജഗതിക്ക് 3 പേരാ എന്തായിട്ട് കിട്ടി? അപ്രന്റീസ് ആയിട്ട് കിട്ടി. ആരൊക്കെയാണ് അത്? അത് ഈ പറയുന്ന ജയറാം, മുകേഷ്, ശ്രീനിവാസൻ അല്ലേ? കിട്ടിയില്ലേ? ജഗതി സന്തോഷം അവരെ കൈനീട്ടി സ്വീകരിച്ചു. നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ ചെല്ലുക. സ്കൂളിൽ ചെന്നിട്ട് സാർ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ഒന്ന് വാക്കാല് പറയുക. ഒന്ന് വാക്കാല് പറയുക. അത് പറയുമ്പോൾ അവര് പറയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ വേണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ വേണം. ആ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്റേൺഷിപ്പ് ചെയ്യാനായി പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് അതിന്റെ ഇന്റേൺഷിപ്പും ലെസൺ പ്ലാനും പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ട്, അറ്റൻഡൻസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടി നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരും. മനസ്സിലായി? അത് മുന്നേ കൊടുത്താലാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടുക. ഇന്റേൺഷിപ്പ് കിട്ടുമോ കിട്ടാതെ നിശ്ചയമായും നിങ്ങൾക്ക് കിട്ടും. എന്താ കാരണം? അതാണ് ഞാൻ ആ ജഗത്തിലെ കാര്യം പറഞ്ഞത്. എന്താ കാര്യം എന്ന് അറിയോ? ഇന്റേൺഷിപ്പിൽ എടുക്കാൻ സ്കൂളുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഏത് സ്കൂളിലും പെൻഡിങ് ആയിട്ടുള്ള ഓരോ വർക്ക് ഉണ്ടാവും. നമ്മൾ ആദ്യത്തെ ദിവസം സാരി യൂത്ത് അണിഞ്ഞൊരുങ്ങി മനോഹരമായി സ്കൂളിൽ ചെല്ലുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. HM പറയും, ദിവ്യ ഒരു ഫയൽ ഇവിടെ പെൻഡിങ് ഉണ്ട്, ഒന്ന് എഴുതി തീർത്തേക്കട്ടാ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നിന്ന് എഴുത്തോടെ എഴുത്തായിരിക്കുന്നത്. ജഗതി മറ്റവരെ കൊണ്ട് പണിയെടുപ്പിക്കൂലേ? അതുപോലെ പണിയെടുപ്പിച്ച് കൊല്ലുന്നത്. അവരെ സംബന്ധിച്ചിട്ട് ശമ്പളം കൊടുക്കാതെ ലേബർ തികച്ചും സൗജന്യമായി കിട്ടുന്നതാണ്. ടീച്ചർമാരെ ലീവിൽ പോകുമ്പോൾ ലീവ് അറേഞ്ച്മെന്റ് നടത്താൻ ഇന്റേൺഷിപ്പിന്റെ നടപടി സന്തോഷമല്ലേ? അവരെടുക്കേണ്ടിയിരുന്ന പണി ഫ്രീ ആയിട്ട് എടുത്തു തരാൻ ഒരാൾ വരുന്നു. സന്തോഷല്ലേ? സന്തോഷമാണെന്ന് എന്തൊരു സന്തോഷമാണ്. പട്ടിപ്പണി ഇടിപ്പിക്കുന്ന നമ്മളെ കൊണ്ട്. നമ്മുടെ ഇസ്ലാമ വഴി പോകാനാണ്. സാരിയെ കൊടുത്ത് ഫെയറാലവിലേക്ക് ഇട്ട് മുടിയൊക്കെ പോലിരിക്കി അവിടെ ചെന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം എഴുത്തോടെ എഴുതും. പിറ്റേ ദിവസം നാളെ ക്ലാസ്സിലായിരിക്കും. നാളെ ക്ലാസ്സിലായിരിക്കൂല. നാളെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മനോഹരമായ ഒരു പണി കൂടി തരും. കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ കയറ്റും. അതും ടീച്ചിങ് പ്രാക്ടീസിന്റെ ഭാഗമാണ് കേട്ടോ. അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കിട്ടും. അതിന് ലെസൺ പ്ലാൻ, അറ്റൻഡൻസ്, ഓഫർ ലെറ്റർ കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ സർ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്. ഓക്കെ സർ. Next question. ആരുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകാം. നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇപ്പോഴും ചോദിച്ചിട്ടില്ല. എന്താണ്? പ്ലേസ്മെന്റ്. അതാരും ചോദിക്കാതെ ജോലി വേണ്ടയാണ്. സർ, ഞങ്ങൾക്ക് ഇപ്പൊ ഈ സ്ഥാപനത്തിൽ പഠിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടി, ഒക്കെ ക്ലിയർ ആയി. ഇനി ഞങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ജോലി എവിടെന്നെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ? ലൈക്ക് നിങ്ങളായിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും? ആ പോയിന്റ് ഞാൻ പറയാൻ പോയത് ഒന്ന് കേൾക്കൂ. ആ പോയിന്റിലോട്ട് ഞാൻ കടന്നു വന്നു. ലാസ്റ്റ് പറയാൻ ഇട്ടിട്ടാക്കിയാണ്. ഞാൻ വിചാരിച്ചത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നു വിചാരിച്ചു. ആദ്യത്തെ നിങ്ങളെ പെർഫോമൻസ് വിചാരിച്ചു ഈ ചോദ്യം ഉറപ്പായിട്ടും വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ആരും ചോദിച്ചില്ല. ഓക്കെ, ഞാൻ പറയാട്ടോ. എന്റെ വീടിനടുത്ത് 2 പച്ചക്കറി കടകളുണ്ട്. ഒരു കടക്കാരന്റെ പേര് ശങ്കരൻ എന്നാണ്. ശങ്കരൻ ചേട്ടന്റെ കട. തൊട്ടപ്പുറത്ത് മേരി ചേച്ചിയുടെ കട. ശങ്കരൻ ചേട്ടന്റെ കടയിൽ ഒരു ദിവസം ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അവിടെ ബീറ്റ്റൂട്ട് കൊണ്ട് ക്യാരറ്റ് ഉണ്ട്. 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ. 1 കിലോ ക്യാരറ്റിന് വില എത്ര? 100 രൂപ. എത്ര വില? പറഞ്ഞേ 100 രൂപ. ക്യാരറ്റിന് 100 രൂപ. 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ. ശങ്കരൻ ചേട്ടന്റെ കടയിൽ. കുറച്ചുകൂടി അങ്ങാടി നമ്മൾ മേരി ചേച്ചിയുടെ കട. മേരി ചേച്ചിയുടെ കടയിൽ 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ, 1 കിലോ ക്യാരറ്റിന് 50 രൂപ. രണ്ടും ഒന്നാണ്.
രണ്ടും ഒന്നാണ്. അവിടെ വെറുതെ പറഞ്ഞു ഇതിന് 100 രൂപയുള്ളൂ, മറ്റത് ഫ്രീ ആണെന്നുള്ളത്. പക്ഷെ അപ്പുറത്ത് ചേച്ചി എന്തായാലും സിൻസിയർ ആയിട്ട് രണ്ടിനും സെയിം റേറ്റ് ആണെന്ന് പറഞ്ഞു. മറ്റൊരു കുറച്ച് പറ്റിക്കലെങ്ങാണ്ട് ഫ്രീ ആണെന്ന് പറഞ്ഞു. ബിസിനസ് 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 ചെയ്തു അവിടെ. ബിസിനസ് തെറ്റായ ഒരു കാര്യം കസ്റ്റമർ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുന്ന പോലെയാണ് അതിന്റെ ആശയവിനിമയം. ഓക്കെ, ഒരു കാര്യം അപ്പൊ നമ്മൾ കൊള്ളാൻ 1 കിലോ ക്യാരറ്റ് വെച്ചിട്ട് 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ ആ കൊള്ളാം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അപ്പുറത്ത് 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപയും 1 കിലോ ക്യാരറ്റിന് 50 രൂപയും ഉള്ളൂ. രണ്ടും കൂടി മേടിച്ചാലും ഈ സെയിം വില തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന രീതിയുടെ സ്ട്രാറ്റജി കൊണ്ട്, തന്ത്രം കൊണ്ട് അതിനോട് കൂടുതൽ ആകർഷിക്കും. കേരളത്തിനകത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മോണ്ടിസോറി സ്കൂളുകൾ, സ്കിൽ കോഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങൾ പൊതുവിന് നടത്തുന്ന പരസ്യം എന്താണെന്ന് വെച്ചാൽ പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഒരു കൂടെ, വേറെ കൂട്ടുകയും 100% പ്ലേസ്മെന്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 100% പ്ലേസ്മെന്റ് ആൻഡ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാ നിങ്ങൾക്ക് തോന്നുന്നത്? ആ വാക്ക് കേൾക്കുമ്പോൾ 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താ? കമണ്ടാ എല്ലാവരെയും ഒരുപോലെ ജോലിക്ക് പ്ലേസ്മെന്റ്. ഇപ്പൊ ഇവിടെ പഠിക്കുന്ന പേർക്ക് നമ്മുടെ ജോലി മേടിച്ചു തരും എന്നാണ് നമ്മുടെ തോന്നലാണ് കേട്ടോ. കേക്കണേ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് തോന്നും? ജോലി അവര് ഹെൽപ്പ് ചെയ്യും. മനസ്സിലാക്കിയാണ് കാര്യം കറക്റ്റ്. അപ്പോ ഞാൻ ഇനി പറയാം, സ്മാർട്ട് സി എല്ലായ്പ്പോഴും പറയാറുള്ളത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ്. ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. മറ്റവര് 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അവര് പ്ലേസ്മെന്റ് ടീമിനെ ഇരുത്തുന്നു. ഞങ്ങൾ ഒരു പ്ലേസ്മെന്റ് ടീമിനെ ഇരുത്തും. ആ പ്ലേസ്മെന്റ് ടീം കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സ്കൂളുകളിൽ അന്വേഷണങ്ങൾ നടത്തുന്നു. ഞങ്ങളും അതുപോലെ അന്വേഷണങ്ങൾ നടത്തും. അന്വേഷണം നടത്തി ഒഴിവുകളുടെ റിപ്പോർട്ടുകൾ എടുക്കുന്നു. ഞങ്ങളും അതേ റിപ്പോർട്ടുകൾ എടുക്കും. ഈ റിപ്പോർട്ട് എടുത്തതിന് ശേഷം ആ റിപ്പോർട്ട് നിങ്ങളെ അറിയിക്കുന്നു. ആരറിയിക്കുന്നു? 100% പ്ലേസ്മെന്റ് പറഞ്ഞ അതേ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിക്കുന്നു, ഞങ്ങളും അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ വരെ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അവര് ആളിരുത്തുന്നു, നമ്മൾ ആളിരുത്തി, അവർ ഒഴിവെടുക്കുന്നു, ഞങ്ങൾ ഒഴിവെടുത്തു, അവര് റിപ്പോർട്ട് ചെയ്തു, ഞങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നിട്ടോ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് കിട്ടി. അന്നാണ് ഒരുങ്ങി നിങ്ങൾ മനോഹരമായിട്ട് എവിടെ പോയി? ഇന്റർവ്യൂവിന്റെ അവിടെ ചെന്നു. ഇന്റർവ്യൂ നടക്കുന്ന ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും കൂടെ കയറി വരും. എങ്ങനെയാണെന്ന് പറയുന്നത്? കമോൺ, നിങ്ങൾ ഒറ്റയ്ക്ക് കയറണം. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ ഒറ്റയ്ക്ക് തന്നെ കയറണം. ഈ ലോകത്ത് ഒരു സ്ഥാപനത്തിനും മറ്റൊരാൾക്ക് പ്ലേസ്മെന്റ് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയില്ല. ശ്രദ്ധിച്ച് കേൾക്കോട്ടെ ഞാൻ പറഞ്ഞ പോലെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു തരില്ല എന്നല്ല. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. പക്ഷെ അത് പ്ലേസ്മെന്റ് അല്ല, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. നിങ്ങളെ കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന്റെ ഡോർ സ്റ്റെപ്പ് വരെ എത്തിക്കാനേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും സാധിക്കുള്ളൂ. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് നടന്ന് ചെല്ലേണ്ടതാണ് നിങ്ങൾ. ചെന്ന് കസരിരിക്കേണ്ടതാര് നിങ്ങൾ. അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തുടങ്ങേണ്ടതാര് നിങ്ങൾ. ചോദ്യങ്ങൾക്ക് വ്യക്തവും സ്ഫുടവുമായി ഉത്തരങ്ങൾ പറയേണ്ടതാര് നിങ്ങൾ. നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ, എനർജി ലെവൽ, IQ ലെവൽ, EQ ലെവൽ അവിടെ പ്രകടിപ്പിക്കേണ്ടതാര് നിങ്ങൾ. നിങ്ങൾ ഇന്റർവ്യൂവിൽ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. വീട്ടമ്മമാരാണെന്ന് അടപ്പത്ത് ബീഫ് ഇട്ട് വേവിക്കുമ്പോൾ ഈ ബീഫ് വെന്തമാൻ പോകുമ്പോ
എന്റെ പടച്ചോനെ ഈ വെന്ത മണത്തിനോടൊപ്പം പോണത് എന്റെ സ്വപ്നങ്ങൾ കരിഞ്ഞ മണം കൂടിയാണെന്ന് ചിന്തിക്കുന്ന പാവപ്പെട്ട വീട്ടമ്മമാരാണ്. വീടിന്റെ മുറ്റത്ത് നിന്ന് അല്ല സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് കാലെടുത്ത് വെക്കാൻ സമയമില്ലാത്ത ആളുകൾ. വെളുപ്പിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് മുതല് രാത്രി പച്ചപ്പാതിര വരെ നടുമുടിയെ പണിയെടുക്കുന്ന ആളുകൾ. എന്നാലും ഒരു വാലിഡേഷൻ കിട്ടാത്ത വീട്ടുകാർക്ക് പണി ഒരു പണിയില്ല എന്ന് പറയുന്ന ആളുകൾ, ഒരു പണിയുമില്ല എന്ന് പറയുന്ന വീട്ടമ്മമാരാണെന്ന്. ആ വീട്ടമ്മമാരാണ് ഇന്റർവ്യൂവിൽ പോകാൻ പോകുന്നത്. അവരങ്ങനെ വെറുതെ പറഞ്ഞിട്ട് അവർ ഇന്റർവ്യൂ മാസങ്ങൾ വരുമോ? ഇല്ല. അപ്പോ അവർക്ക് പ്രൊഫഷണലി ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്സുകൾ കൊടുക്കണം. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്സുകൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കും. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ തരുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. ഇന്റർവ്യൂ ഡേറ്റുകൾ അറിയിക്കും, ഇന്റർവ്യൂവിന് നിങ്ങളെ പറഞ്ഞു വിടും. ഇന്റർവ്യൂവിന് നിങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതിൽ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന വാക്കുകൾ എല്ലാവരും കാര്യം ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അവര് പക്ഷെ പറയുന്നത് തെറ്റായ രീതിയാണ്. ഞങ്ങള് തെറ്റായ ഫ്രോഡലന്റ് ആയ വഞ്ചനാപരമായ ഒരു ഓഫർ നൽകി നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിലോട് ഒരു തെറ്റായിട്ടുള്ള സാധനം കിട്ടുകയാണ് ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ എല്ലാ ബാച്ചിന്റെയും ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ മാസവും 3-4 ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാനുണ്ട്. അതെന്താന്ന് വെച്ചാല് നമ്മുടെ സ്ഥാപനത്തിൽ 10 വിദ്യാർത്ഥി സ്റ്റാഫുകളുണ്ട്. അവരിൽ പല ആൾക്കാരുമാണ് നിങ്ങൾ ഓരോരുത്തരും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. സംസാരിക്കുമ്പോഴോ ആശയവിനിമയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മനസ്സിലാക്കലിലെ പ്രശ്നമൊക്കെ വന്നേക്കാം. അത് അങ്ങനെയല്ല. ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ തെറ്റി ഉണ്ടാവാൻ പാടില്ല. ആധികാരികമായി എല്ലാ കാര്യങ്ങളും നമ്മോട് നിങ്ങളോട് നേരിട്ട് പറയണം. അതുകൊണ്ടാണ് ഞാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് A to Z കാര്യങ്ങളിൽ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ധരിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലേസ്മെന്റിന്റെ കാര്യം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാളും കൂടുതൽ ആവശ്യം ആരുടെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് ഞങ്ങളുടെയാണ്. എന്താ കാര്യം അറിയോ? നമ്മൾക്ക് പഠിച്ചൊരു വിദ്യാർത്ഥി ജോലി വാങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങി കഴിയുമ്പോൾ അത് ഞങ്ങൾക്ക് ഒരു വലിയ പരസ്യമാണെന്ന്. ഞങ്ങൾ ബാക്കിയുള്ള സ്ഥാപനങ്ങളെ നടത്തുന്നവർക്ക് പരസ്യം കൊടുക്കാറില്ല, ഒരു പരസ്യം കൊടുക്കാറില്ല. പക്ഷെ ആ പരസ്യം കൊടുക്കാതെ തന്നെ ഞങ്ങൾക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുക. അതിവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ പറയുന്ന നല്ല വാക്കുകളാണ്. അവരുടെ നല്ല മനസ്സുകളിൽ നിന്നും നല്ല വാക്കുകളുടെ റെഫറൻസിന്റെയും റെക്കമെൻഡേഷന്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അഡ്മിഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് നല്ല വാക്കുകൾ അവിടെ നിന്ന് വരാൻ കാര്യം എന്താ? അവർക്ക് നല്ല വാക്കുകൾ വരുന്നതിനുള്ള വിത്തുകൾ നിറച്ചിട്ട് കൊടുക്കാൻ ഞങ്ങളുടെ അധ്വാനം കൊണ്ട്, ഞങ്ങളുടെ എൻജിഒ ടീം, സ്മാർട്ട് സ്റ്റുഡിയോ എൻജിഒ ടീമിന്റെ അധ്വാനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനെ അവര് തരുന്ന പകരം തരുന്ന അനുഗ്രഹമാണ്. അനുഗ്രഹം നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പൗലോ കൊയ്ലോ നടന്ന് ഇങ്ങനെ വന്നു. നടന്ന ജീവിതത്തിലെ സന്തോഷങ്ങളെയും ആഹ്ലാദങ്ങളെയും പ്രഹർഷങ്ങളെയും കാണാൻ, ജീവിതത്തിന്റെ പോസിറ്റിവിറ്റിയെ കാണാനായി പൗലോ കൊയ്ലോ അതെല്ലാം കണ്ടു. അത് കണ്ടുകൊണ്ട് പൗലോ കൊയ്ലോ ഒരു നോവലെഴുതി. ആ നോവലിന്റെ പേരാണ് ആൽക്കെമിസ്റ്റ്. ആൽക്കെമിസ്റ്റിലെ നായകൻ ഒരു സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയനാണ്. ബാലരമയിലെ മായാവിക്കഥ പോലെ, പൂമ്പാറ്റയിലെ കബീഷിനെ പോലെ, ബാലമംഗളത്തിലെ ബിങ്കനെ പോലെ ഒറ്റയിരിപ്പിനിരുന്ന് 20 മിനിറ്റോ 25 മിനിറ്റോ എടുത്തുകൊണ്ട് ഒറ്റയിരിപ്പിനിരുന്ന് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം. ഈ ക്ലാസ്സിനകത്തോളം മുഴുവൻ പേരും വായിച്ചു തീർക്കേണ്ട ഒരു പുസ്തകം. ആ നോവൽ എഴുതി. ആ നോവലിനകത്ത് സാന്റിയാഗോയുടെ ജീവിതകഥ എഴുതി വെച്ചു. ഞാൻ ആ കഥയൊന്നും പറയാൻ സമയമില്ല. അതിൽ ഞങ്ങൾക്ക് സവിസ്തരം പറയാറുണ്ട്, അതൊന്നും പറയുന്നില്ല. സാന്റിയാഗോന്റെ കഥ എഴുതി. സാന്റിയാഗോ ഒരു കാര്യം അതിതീക്ഷണമായ സ്വപ്നം കണ്ടു. ആ സ്വപ്നം അവസാനം അവന്റെ ഉറക്കം കെടുത്തി ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള ജീവിത വ്യതകൾ നിറഞ്ഞ കഠിനപാതകളിലൂടെ അവൻ നടന്നു നീങ്ങി. ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഒട്ടേറെ അനുഭവങ്ങൾ അവൻ നേടിയെടുത്തു. ആ അനുഭവങ്ങളുടെ അവസാനം സാന്റിയാഗോ ആ സ്വപ്നവും വീണ്ടെടുത്തു. ആ സ്വപ്നം വീണ്ടെടുക്കുന്നിടത്ത് ആ കഥ അവസാനിക്കുകയാണ്. വേറെ ഏതൊരു നോവലിസ്റ്റും ഒരു കഥ അവസാനിക്കുമ്പോൾ കേവലമായി ആ കഥക്കകത്ത് ശുഭം കുത്ത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോലെ
പൗലോ കോയിലോയിൽ ആൽക്കെമിസ്റ്റിൽ പൗലോ കോയിലോ ആ കഥ അവസാനിപ്പിച്ചില്ല. അതിനോടൊപ്പം ഒരു സന്ദേശത്തെ ചേർത്ത് വെച്ചു, ഒരു മനോഹരമായ സന്ദേശത്തെ ചേർത്ത് വെച്ചു. നിങ്ങൾ ഹോട്ടലിൽ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ, നമ്മൾ ഫ്രഷ് ലൈം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈമിനോടൊപ്പം ഒരു നാരങ്ങളുടെ ഒരു സ്ലൈസ് മുറിച്ചിട്ട് ഗ്ലാസിന്റെ സൈഡിൽ വെക്കും. അതങ്ങനെ വെക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി കൂടും. മീൻ വറുത്തത് വാങ്ങുമ്പോൾ, ബീഫ് ഫ്രൈ വാങ്ങുമ്പോൾ എന്ത് കൂടെ വെക്കും? ഒന്ന് പറഞ്ഞ പ്ലേറ്റിൽ എന്താ വെക്കുന്നത്? സവാള, സവാള വെക്കും, ടൊമാറ്റോ വെക്കും, ഇതൊക്കെ വെക്കാൻ ഒരു ചെറുനാരങ്ങളുടെ ഒരു പീസ് വെക്കും. അത് അതിന്റെ ഒരു ഭംഗി കൂട്ടും. ഓക്കെ, അതിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കും. അതുപോലെ ആൽക്കെമിസ്റ്റിനകത്ത് പൗലോ കോയിലോ ഒരു വാക്ക് കൂടി എഴുതി ചേർത്ത് വെച്ചു. ആ വാക്കിതായിരുന്നു, ഈ പ്രപഞ്ചത്തിന് അനുകൂലമായ ഒരു സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ, ആ സ്വപ്നത്തിൽ അതിതീക്ഷ്ണമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങളുടെ സ്വപ്നം നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ സ്വപ്നം നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ സകല ശക്തികളും കൂടി ചേർന്നുകൊണ്ടൊരു ഗൂഢാലോചന നടത്തും എന്നാണ്. നിങ്ങളൊരു സ്വപ്നം കണ്ടാൽ, തീക്ഷ്ണമായ ഒരു സ്വപ്നം കണ്ടാൽ, പ്രപഞ്ചത്തിന് അനുകൂലമായ ഒരു സ്വപ്നം കണ്ടാൽ, ആ സ്വപ്നം നിങ്ങൾക്ക് വേണ്ടി നേടിത്തരാൻ, നിങ്ങളെ വിജയിപ്പിക്കാൻ, നിങ്ങളുടെ ശിരസിലേക്ക് വിജയകിരീടം ചൂടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിനകത്തെ മുഴുവൻ ശക്തികളും കൂടിച്ചേർന്നുകൊണ്ടൊരു ഗൂഢാലോചന നടത്തുന്നു. അത് നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ് സാന്റിയാഗോ ആൽക്കെമിസ്റ്റോടൊപ്പം എഴുതിച്ചു. അതുവരെയും ഉണ്ടായ നോവലുകളുടെ ചരിത്രത്തെ മുഴുവൻ ഭേദിച്ചുകൊണ്ട് ആൽക്കെമിസ്റ്റ് ഇന്നും അതിന്റെ ചരിത്രയാത്ര തുടരും. ജീവിതത്തിൽ നിരാശയിലാണ്ട് പോയ, ജീവിത വ്യതകളിലാണ്ട് പോയ, സന്താപങ്ങളിലും ദുഃഖങ്ങളിലും ആണ്ടുപോയ ഒരുപാട് മനുഷ്യർക്ക് പ്രചോദനത്തിന്റെ സൂര്യതേജസ്സായി വെള്ളി വെളിച്ചമായി മാറാൻ സാന്റിയാഗോക്കും ആൽക്കെമിസ്റ്റിനും അതുവഴി പൗലോ കോയിലോക്കും സാധിച്ചു. ജീവിതത്തിന്റെ പോസിറ്റിവിറ്റിയെ കാണാൻ, ചുറ്റുപാടുകളിൽ നിന്നും നെഗറ്റീവുകൾ വമിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇതിൽ പഠിക്കാൻ ചേരുമ്പോൾ തന്നെ എന്തിനാണ് ഈ പ്രായത്തിൽ പഠിക്കാൻ ചേർന്നത് എന്ന് ചോദിക്കുന്ന ചുറ്റുപാടുകളുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഭർത്താവും മക്കളും അമ്മയും അച്ഛനും ഉൾപ്പെടെ ഒരു പക്ഷേ നിർത്തിയാക്കാം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ സന്തോഷങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഫെയർ ലെവലിന്റെ തേക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഓർക്കുന്നുണ്ടോ? ഫെയർ ലെവലിന്റെ ഇന്റർവ്യൂവിനുള്ള കാര്യം പറഞ്ഞില്ലേ? നിങ്ങളുടെ സന്തോഷങ്ങളെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, നിങ്ങളുടെ മൈൻഡ്ഫുൾനെസ്, നിങ്ങളുടെ ഹാർട്ട്ഫുൾനെസ് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, നിങ്ങളുടെ മുഖത്ത് ഇരുട്ട് പരക്കില്ല, കറുപ്പ് പടരില്ല. കറുപ്പും വെളിച്ചവും എന്ന് പറയുന്നത് രണ്ടും രണ്ടിൻ്റെതായ സൗന്ദര്യങ്ങളുള്ള സാധനങ്ങൾ. പക്ഷെ നമ്മുടെ ഒരു വിദ്യാബോധമാണ്, നമ്മുടെ ആന്തരിക ചിന്തകളാണ് നമ്മുടെ മുഖത്തെ തേജസ്സായി പുറത്തേക്ക് വമിക്കുന്നത്, പ്രകാശിക്കുന്നത്. അപ്പൊ ആന്തരിക ചിന്തകളിലേക്ക് സന്തോഷം നിറക്കാൻ നമുക്ക് സാധിക്കും. സന്തോഷം നിറക്കണം, പ്രഷറല്ല. പ്രഷർ വേറെയാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. പ്രഷറും ഹാപ്പി രണ്ട് വാക്കുകളുണ്ട്, രണ്ടിനും രണ്ടർത്ഥം. നമ്മൾ ഇന്ന് വരെയും രണ്ടും ഒരു വാക്കായിട്ടല്ലേ കണക്കൂട്ടുന്നത്. പ്രഷർ വേറെയാണ്. പ്രഷർ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഹാപ്പി എന്ന് പറയുന്നത് നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം, നാം മരണക്കെട്ടിൽ അവസാന ശ്വാസം എടുക്കുന്ന സമയം വരെയും നമ്മളെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഹാപ്പി എന്ന് പറയുന്നത്. ആ ഹാപ്പിയെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. സന്തോഷങ്ങളാകുന്ന ചിത്രശലഭങ്ങളുടെ പുറകെയല്ല നിങ്ങൾ പോകേണ്ടത്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ചിത്രശലഭത്തിനെ പിടിക്കാൻ പറ്റും. നമ്മൾ ചെറുപ്പത്തിലെ ചിത്രശലഭത്തിനെ പിടിക്കാൻ നോക്കിയിട്ടില്ല. എങ്ങനെയാണ്? അതൊരു ചെടിയിൽ ഭൂമിയിൽ വന്നിരിക്കും, നമ്മൾ പുറകെ ചെല്ലും, ഇങ്ങനെ ഈ വിരലുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെല്ലും. കിട്ടി എന്നെത്ര സമയത്ത് ചിത്രശലഭം പറഞ്ഞ അപ്പുറത്ത ചെടിയിലേക്ക് പോകും. നമ്മ അടുത്ത ചെടിയിലേക്ക് ചിത്രശലഭത്തിന്റെ പുറകെ പോകും. വൈകുന്നേരം വരെ നടക്കും. വൈകുന്നേരം ആയാലും ചിത്രശലഭത്തിനെ നമുക്ക് കിട്ടുകയില്ല. മനസ്സിലായി? ആ സന്തോഷങ്ങളുടെ ചിത്രശലഭങ്ങളെ, ആത്മവിശ്വാസങ്ങളുടെ ചിത്രശലഭങ്ങളെ, ശുഭാപ്തിവിശ്വാസമുള്ള ചിന്തകളുടെ, മനോഭാവങ്ങളുടെ ചിത്രശലഭങ്ങളെ നമുക്ക് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? നമ്മുടെ ഉള്ളിലെ വസന്തം നിറക്കണം. നമ്മുടെ ഹൃദയാഴങ്ങളിലാണ് അതിന്റെ വിത്തുകൾ ഇടേണ്ടത്. ചെടികൾ മുളപ്പിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്.
അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളിൽ ചെടികൾ വരുമ്പോൾ അതിൽ കായ്കൾ വരും, പൂക്കൾ വരും. ആ പൂക്കളിലേക്ക് ചിത്രശലഭങ്ങൾ താനെ ഒഴുകി ഇങ്ങോട്ടേക്ക് വരും. നമ്മളങ്ങാട് പോകണ്ടാവും. ചിത്രശലഭം താനെ ഒഴുകി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തിരിച്ചറിവുകൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ പാടം, ഏക്കർ കണക്കിന് പറന്ന് കിടക്കുന്ന ഒരു പാടം. ആ പാടത്തിന്റെ നടുക്ക് ഒരു കൊച്ചുകുടിലുണ്ട്. സമയം കൊണ്ട് ചുരുക്കി പറയാനുണ്ട്. ഒരു കൊച്ചുകുടിലുണ്ട്. ആ കൊച്ചുകുടിലേക്ക് നടന്നു പോകുന്നതിന് ഒരു ഒറ്റയടി പാതയുണ്ട്. ആ ഒറ്റയടി പാതയിലെ ഒരു വൃദ്ധൻ, 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, തന്റെ കലപ്പയുമേന്തി വെള്ളി നിറത്തിൽ കിലുങ്ങുന്ന താടിയും ഉള്ള ഒരു മുത്തച്ഛൻ മെല്ലെ നടന്നു നീങ്ങി വരികയാണ്. അസ്തമയ സൂര്യന്റെ കിരണങ്ങളെ എത്തി ഈ നെൽപ്പാദം സ്വർണമണികൾ, ഇങ്ങനെ ഗോതമ്പ് മണികള് സ്വർണമണികളെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കാം. ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാം ഒന്ന് മനസ്സിൽ കാണുക. ഈ മുത്തച്ഛനെ അടിവെച്ച് ആ കുടിലിന്റെ മുറ്റത്ത് ചെന്നു. കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കാൽ കഴുകി ഇറയത്തിരുന്നു. 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ. ആ മുത്തച്ഛന് ഒരു പേരമകളുണ്ട്. മകളുടെ പ്രായം 35 വയസ്സുള്ള ആ പേരമകൾ കടന്നു വന്നു. 35 വയസ്സുള്ള പേരമകൾ കടന്നു വന്നു. മുത്തച്ഛന് ഒരു കട്ടൻ ചായ കൊടുത്തു. ചായ കൊടുത്തുകൊണ്ട് മുത്തച്ഛനിക്ക് 92 വയസ്സുള്ള മുത്തച്ഛനോട് 35 വയസ്സുള്ള പേരമകൾ ഒരു ചോദ്യം ചോദിച്ചു. മുത്തച്ഛ, ഇന്നലെ നാം കളിച്ചു നിർത്തിയ കളിയുണ്ടല്ലോ, ആ കളി നമുക്ക് വീണ്ടും തുടർന്നാലും? മുത്തച്ഛൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ. മുത്തച്ഛൻ പറഞ്ഞു, ആ കളി ഇതായിരുന്നു. ആകാശത്ത് പോലെ നക്ഷത്രങ്ങളെ ഇന്നതുപോലെ ബാക്കി നക്ഷത്രങ്ങൾ കൂടി എണ്ണി തീർക്കണം. ഇന്നലെ എണ്ണിയതിന്റെ ബാക്കി. അങ്ങനെ മുത്തച്ഛൻ എണ്ണി തുടങ്ങി. നിങ്ങൾ കാണണോട്ടോ, മനസ്സിൽ കാണണേ. ദൃശ്യബിംബങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ഭാവനയിൽ കാണണോട്ടോ. പരന്നു കിടക്കുന്ന ആകാശം, അവിടെ 1000 കാന്താരി പൂത്തിറങ്ങിയതുപോലെ നിറയെ നക്ഷത്രങ്ങൾ. സ്വർണ്ണ നിറത്തിൽ, പച്ച നിറത്തിൽ, വെള്ളി നിറത്തിൽ, നീല നിറത്തിൽ, ചിലവ നിറമങ്ങിയവ, ചിലത് ജ്വലിച്ചു നിൽക്കുന്നു. മുത്തച്ഛൻ എണ്ണി തുടങ്ങി 1, 2, 3, 4. 35 വയസ്സുള്ള കൊച്ചുമകൾ എണ്ണി തുടങ്ങി 1, 2, 3, 4. മുത്തച്ഛൻ അവസാനം 700 നക്ഷത്രങ്ങളെ എണ്ണി. കൊച്ചുമകൾ 300 നക്ഷത്രങ്ങളെ എണ്ണി. 92 വയസ്സുള്ള മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണിയപ്പോൾ 35 വയസ്സുള്ള പേരമകൾ 300 നക്ഷത്രങ്ങളെ എണ്ണി. അതോടുകൂടി കഥ കഴിഞ്ഞു. ഈ കഥ ഇവിടെ പരിസമാക്കി കൊടുക്കുകയാണ്. ആരെങ്കിലും ഒരാൾ ഈ കഥക്കകത്ത് ഞാൻ പറഞ്ഞ നമ്പറുകളെ അതേ ക്രമത്തിൽ, യഥാക്രമത്തിൽ ഒന്ന് പറയാമോ? കമോൺ ഗൈസ്. ഹലോ, എന്തോ 95 വയസ്സുള്ള മുത്തച്ഛൻ, 92 വയസ്സ്, 2 35 വയസ്സുള്ള പേരമകൾ, 300 നക്ഷത്രം എണ്ണി. 35 വയസ്സുള്ള ആള്. അയ്യോ, ഒറ്റ ശരിയില്ല. ആദ്യത്തെ നമ്പർ, ആദ്യം പറഞ്ഞ നമ്പർ എത്രയാണ്? 92, 35. ആദ്യം എണ്ണി തീർത്ത ആരാണ്? മുത്തച്ഛൻ. 700. ആ, പേരമകൾ 300 എണ്ണം. 35 വയസ്സുള്ള ആള് 300 എണ്ണം. ഓക്കെ, കമന്റ് ബോക്സിനകത്ത് ഞാനൊരു നമ്പർ ഇട്ടിട്ടുണ്ട്. എന്റെ ഫോൺ നമ്പർ ആണത്. 92 35 700 300. 92 35 700 300. ഇതാണ് എന്റെ ഫോൺ നമ്പർ. ഈ കഥക്കകത്ത് അക്കങ്ങളായി വന്നതാണ് എന്റെ ഫോൺ നമ്പർ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റോറിയിലൂടെ നിങ്ങൾ ടീച്ചർമാരായ എന്റെ പേരിലാണോ ഇങ്ങനെയൊക്കെ നമ്പറുകളൊക്കെ പറഞ്ഞു തരുന്നത്. ഈ നമ്പർ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫോണിൽ നിർബന്ധമായും സേവ് ചെയ്തിടണം. എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജസ് ലഭിക്കുക. ആ മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിടണം. ഇത് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജസ് കിട്ടൂല. മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? അപ്പോ ഞാനും നിങ്ങളുടെ നമ്പർ എന്റെ ഫോണിൽ സേവ് ചെയ്യും കേട്ടോ. അപ്പൊ 92 35 700 300 ഇതാണ് എന്റെ ഫോൺ നമ്പർ. അപ്പോ ഇതുവരെയും സംസാരിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് എന്റെ ആ നമ്പറിൽ വിളിക്കുകയോ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഓക്കെ, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് മറുപടികൾ ലഭിക്കുന്നതാണ്. എന്ത് സംശയവും നിങ്ങൾക്ക് ചോദിക്കാം.
നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് മറുപടി പറയലാണ്. അത് ആധികാരികമാണോ എന്നറിയാൻ എന്നെ കൂടി വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം സ്ഥിരീകരിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ബൈ ബൈ. താങ്ക് യു സർ. സൈൻ ഔട്ട്. സർ സൈൻ ഔട്ട്. സൈൻ ഔട്ട്. Come on, come on. Thank you, sir, for being awesome today. Okay, thank you. Thank you, my dear friends. Keep practicing and see you next time. Okay, bye bye. Okay. Thank you, sir.